Okay. Okay. Indian Partnership Act 1932. The act came into effect from 1st October 1932. അത് ഓർത്തിരിക്കണം. എല്ലാ ആക്ടും എന്നാണ് എഫക്റ്റീവ് ആയിട്ട് വന്നതെന്നുള്ളത് എല്ലാ ഡേറ്റും ഓർത്തിരിക്കണം. ഇനി ഫസ്റ്റ് വന്നിട്ട് പാർട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. Partnership as the relationship between partners who have agreed to share the profits of business carried on by all or any one of them acting for all. ഇപ്പൊ എന്തോ ഒരു എഗ്രിമെന്റ് ഉണ്ട് അവരുടെ തമ്മിൽ അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വന്നു. അതിനകത്തും ഉണ്ടായിരുന്ന ഒരു കോൺട്രാക്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്തും ഉണ്ടായിരുന്ന ഒരു എഗ്രിമെന്റ് ഒക്കെ. അപ്പൊ ഇവിടെ ഉണ്ട് ഒരു എഗ്രിമെന്റ്. അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ എന്താ കോൺട്രാക്ട് എന്താന്നൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നത്. അപ്പൊ പാർട്ട്നേഴ്സ് തമ്മിലും ഒരു എഗ്രിമെന്റ് ഉണ്ട്. They have agreed to share the profit of a business carried on by all or any one of them acting for all. In persons who have entered into partnership is called partners, and collectively they are known as firm. അപ്പൊ ഇൻഡിവിജ്വൽ ഓരോ ഇൻഡിവിജ്വൽ പേഴ്സണെ പാർട്ട്നേഴ്സ് എന്ന് പറയും, ആൻഡ് കളക്റ്റീവ് ആയിട്ട് ഈ പാർട്ട്നേഴ്സിനെ ഫേം എന്നും പറയും. അപ്പൊ പാർട്ണർഷിപ്പിന്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത്, പാർട്ണർഷിപ്പ് is a relationship between persons who agree to share the profit of a business carried on by all or any one of them acting for all, and individually they are called partners. Individually the people who enter into partnership are called partners, and collectively they are called firm. ഇനി ഒരു പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരിക്കണം എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ്. ഇപ്പൊ നമ്മൾ ആദ്യം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനകത്തും ആദ്യം ഒരു കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെയായിരിക്കണം എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ്, എന്തൊക്കെ എസെൻഷ്യൽ എലമെന്റ്സ് വേണം. പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ്, ഒരു സെയിൽ ഓഫ് ഇതിനകത്ത് കോൺട്രാക്ട് ഇൻഗ്രീഡിയൻസ് നോക്കി. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവര് പാർട്ണേഴ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എസെൻഷ്യൽ ആയിട്ട് എലമെന്റ്സ് നോക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ there should be agreement between partners. So first and foremost condition എന്ന് പറഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ പീപ്പിൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവണം. എഗ്രിമെന്റ് ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എഗ്രിമെന്റ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണ് നോക്കിയത്. ഇനി എഗ്രിമെന്റ് മസ്റ്റ് ബി ടു ഷെയർ profit of the business, and business must be carried on by all or any one of them acting for all. അപ്പം എല്ലാവരും കൂടെ കളക്റ്റീവ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ബിസിനസ് റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് കാണാം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അഡ്വിൻ. അപ്പൊ അങ്ങനെ പല പല കാറ്റഗറീസിലുള്ള പാർട്ട്നേഴ്സ് ആണ്. അവരൊന്നും എഫക്റ്റീവ്ലി ചിലപ്പോൾ ഈ ബിസിനസ്സിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ടാവത്തില്ല. അവർ ചിലപ്പോൾ ക്യാപിറ്റൽ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് മാറി നിൽക്കുന്നതായിരിക്കും. ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നില്ല. അതപ്പോ പറഞ്ഞേക്കുന്ന ബിസിനസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. പിന്നെ പ്രോഫിറ്റ്. പിന്നെന്താ ദ എക്സിസ്റ്റൻസ് ഓഫ് ഏജൻസി ബിറ്റ്വീൻ കൺസേൺ പേഴ്സൺസ്. ഇൻഡിവിജ്വലി ഓരോരോ പാർട്ട്നേഴ്സും എന്താ ഏജൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ നോക്കിയായിരുന്നു ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്ഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓതറൈസേഷൻ കിട്ടിയിട്ടുണ്ട്, മറ്റൊരാളെ റെപ്രസെന്റ് ചെയ്ത് ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ പാർട്ട്നേഴ്സും മറ്റു പാർട്ട്നേഴ്സിന്റെ ഏജന്റ് ആണ്, അതുപോലെ തന്നെ ഫേമിന്റെ ഏജന്റ് ആണ്. അപ്പൊ ഒരു ഏജൻസി, ഒരു മ്യൂച്വൽ ഏജൻസി ഉണ്ട് ഇപ്പൊ ഡിഫറെന്റ് പാർട്ട്നേഴ്സ് തമ്മിലും, അതുപോലെ തന്നെ പാർട്ട്നേഴ്സും ഫേമും തമ്മിലും. The agreement need not be in writing, it may be oral also. അപ്പൊ അത് എഗ്രിമെന്റ് റിട്ടൺ എഗ്രിമെന്റ് ആണോന്നൊരു നിർബന്ധമില്ല, ചിലപ്പോൾ ഓറൽ എഗ്രിമെന്റ് ആയിരിക്കാം. അതുപോലെ തന്നെ എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ് എഗ്രിമെന്റും ആവാം. ഇതൊക്കെയാണ് എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. There should be an agreement between partners, and agreement is to share the profit of a business. Business is carried on by all or any one of them acting for all. The existence of agency. പാർട്ട്നേഴ്സ് പരസ്പരം ഏജൻസ് ആണ്, അതുപോലെ തന്നെ ഫേമും പാർട്ട്നേഴ്സും ഏജൻസ് ആണ്. ഇനി അതുപോലെ തന്നെ the agreement need not be in writing, it can be oral also. ഓറൽ റിട്ടൺ എഗ്രിമെന്റ് ആവണമെന്നില്ല, ഒരു പരസ്പരം ഒരു ഓറൽ എഗ്രിമെന്റ് ആയാലും മതി. ഇനി ഇറ്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ഓൾസോ. അപ്പൊ ഇതൊക്കെയാണ് എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത്രയും എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ്. ഈ പാർട്ണർഷിപ്പ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കിയത്. ജനറൽ പാർട്ണർഷിപ്പ്. ലയബിലിറ്റി ഓഫ് ഈച്ച് പാർട്ണർ ഈസ് അൺലിമിറ്റഡ്. ജനറൽ പാർട്ണർഷിപ്പിൽ ഓരോ പാർട്ണറിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. അത് എന്താന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ ഫേംസ് ക്രെഡിറ്റർ ക്യാൻ റിയലൈസ് ദ ഡ്യൂസ് ഇൻ ഫുൾ ഫോം
any of the partners by attaching their personal property if the firms are debts. അപ്പം പാർട്ണർഷിപ്പിന് എന്തെങ്കിലും ഡെറ്റ്സ് ഉണ്ടെങ്കിൽ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പിന് എന്തെങ്കിലും ഒരു ഡെറ്റ്സ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. അങ്ങനത്തെ കേസുകളിൽ ഈവൻ ഫേമിന്റെ അസറ്റ്സ് ഈ ഡെറ്റ് പേ ഓഫ് ചെയ്യാൻ സഫീഷ്യന്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സിന്റെ പേഴ്സണൽ അസറ്റ്സിന് വരെ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കേസുകളിലാണ് പറയുന്നത് ലയബിലിറ്റി ഓഫ് ഈച്ച് പാർട്ണർ അൺലിമിറ്റഡ് ആണ്. ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേഴ്സണൽ ലയബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ if the liability of partners is unlimited, it means that if firm's creditor can realize their dues, എന്തെങ്കിലും അവർക്ക് റിക്കവർ ചെയ്യാനുണ്ടെങ്കിൽ they can recover it from partners by attaching their personal property if firm's assets are found to be inadequate to pay off the ഫേമിന്റെ അസറ്റ്സ് സഫീഷ്യന്റ് അല്ല നമ്മുടെ ഡെറ്റ്സ് പേ ഓഫ് ചെയ്യാനെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി എന്ന് വരെ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് അൺലിമിറ്റഡ് പാർട്ണർഷിപ്പ്. ഇൻ കേസ് ഓഫ് എ മൈനർ, അപ്പൊ മൈനർ ഒരു പാർട്ണറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൂസ് ലയബിലിറ്റി ഇസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് ഓഫ് ഷെയർ ഇൻ ദ ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദ. പക്ഷെ മൈനർ ഇൻ കേസ് മൈനർ ഒരു പാർട്ണറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മൈനറിന് ഇങ്ങനെ പേഴ്സണൽ ലയബിലിറ്റി ഒന്നുമില്ല. എത്രയാണോ പാർട്ണർഷിപ്പിന്റെ ആ മൈനറിന് ആ പാർട്ണർഷിപ്പിലുള്ള ഷെയർ അത്ര മാത്രമേ ലയബിൾ ആവത്തുള്ളൂ. അല്ലാതെ മൈനറിന്റെ പേഴ്സണൽ അസറ്റ്സിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അല്ലാത്ത പക്ഷം അൺലിമിറ്റഡ് ആണ് ലയബിലിറ്റി എങ്കിൽ ഈച്ച് ഓഫ് ദ പാർട്ട്നേഴ്സ്, എല്ലാ മേജർ പാർട്ട്നേഴ്സും അപ്പൊ ജനറൽ പാർട്ണർഷിപ്പ് ആണെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ അവരുടെ പേഴ്സണൽ അസറ്റ്സിൽ നിന്ന് വരെ എന്തെങ്കിലും ഡെറ്റ്സ് ഉണ്ടെങ്കിൽ പേ ഓഫ് ചെയ്യേണ്ടി വരും. അതിനെയാണ് ജനറൽ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ലിമിറ്റഡ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ഇറ്റ്സ് എ പാർട്ണർഷിപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് സം പാർട്ണേഴ്സ് ലയബിലിറ്റി ഇസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് ഓഫ് ദ പാർട്ണേഴ്സ്. ദ പേഴ്സണൽ പ്രോപ്പർട്ടി ഓഫ് ലിമിറ്റഡ് പാർട്ണർ ഇസ് നോട്ട് ലയബിൾ ടു ദ ഫേംസ് ഡെറ്റ്സ്. അപ്പോൾ ഫേമിന് എന്തെങ്കിലും കട ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡ്യൂസ് ഉണ്ടെങ്കിൽ പേഴ്സണൽ പ്രോപ്പർട്ടി ഓഫ് പാർട്ണർ അതിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി ഓഫ് ഓരോ പാർട്ണറിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് അത് റിക്കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഫേമിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫേമിന്റെ അസറ്റ്സിൽ നിന്ന് എത്രത്തോളം റിക്കവർ ചെയ്യാൻ പറ്റുമോ അത്ര ലയബിലിറ്റിയേ ഉള്ളൂ. അതിനെയാണ് ലിമിറ്റഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് അറ്റ് വിൽ. പാർട്ണർഷിപ്പ് അറ്റ് വിൽ ഇസ് എ പാർട്ണർഷിപ്പ് ഫോം ഫോർ ഇൻഡെഫിനിറ്റ് ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്യൂറേഷൻ അല്ലെങ്കിൽ 3 months 4 months അതോ അല്ലെങ്കിൽ ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. അപ്പൊ അവര് തമ്മിൽ ഓക്കെ, ആ പാർട്ട്നേഴ്സ് തമ്മിൽ എത്ര നാൾ വേണമെങ്കിലും പാർട്ണർഷിപ്പ്, അവര് തമ്മിൽ എത്ര നാളോ ഓക്കെ ആണ് ആ പാർട്ണർഷിപ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും നാൾ ആ പാർട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ഫോർ എനി ലെങ്ത് ഓഫ് ടൈം ഡിപ്പെൻഡിങ് അപ്പോൺ ദ വിൽ ഓഫ് പാർട്ട്നേഴ്സ്. അതിനാണ് അപ്പൊ പാർട്ട്നേഴ്സിന് എത്ര നാള് വില്ലുണ്ട്, എത്ര നാൾ അവർക്ക് ഓക്കെ ആണ് ആ പാർട്ണർഷിപ്പ് റൺ ചെയ്യാൻ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ എത്രയും നാള് താല്പര്യമുണ്ടോ അങ്ങനത്തെ കൈൻഡ് ഓഫ് പാർട്ണർഷിപ്പിനെയാണ് പറയുന്നത് പാർട്ണർഷിപ്പ് അറ്റ് വിൽ. പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ണർഷിപ്പ് ഫോം ഫോർ എ സ്പെസിഫിക് ടൈം പീരിയഡ് ടു അച്ചീവ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. അപ്പൊ പാർട്ണർഷിപ്പ് അറ്റ് വില്ലിന് ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ അതിനൊരു ഡിസ്റ്റിങ്ഷൻ ആയിട്ട് നിൽക്കുന്നതാണ് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞത്. എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ട്. ചിലപ്പോൾ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക അഡ്വഞ്ചറിന് വേണ്ടിയിട്ടോ ഒരു സ്പെസിഫിക് ബിസിനസിന് വേണ്ടിയിട്ടോ അതിന് വേണ്ടിയിട്ടൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പാർട്ണർഷിപ്പാണ് particular partnership എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പാർട്ണർഷിപ്പ് ഫോം ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ്. സ്പെസിഫിക് ടൈം പീരീഡും കാണും, അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ആയിരിക്കും. ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ്ഡ് ഓൺ ദ എക്സ്പയറി ഓഫ് സ്പെസിഫിക് പീരീഡ് ഓർ ഓൺ ദ കംപ്ലീഷൻ ഓഫ് സ്പെസിഫിക് പർപ്പസ്. അപ്പം ഓട്ടോമാറ്റിക്കലി ആ പർപ്പസ്, ആ പ്രോജക്ട് എൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അഡ്വഞ്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ബിസിനസ് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കംപ്ലീഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് ആ പാർട്ണർഷിപ്പ് പിന്നെ ഡിസോൾവ് ആവുകയാണ്. പാർട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് പീരീഡ്, അവര് എത്ര നാളോ ഓക്കെയാണ് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ അത്രയും നാൾ ആ പാർട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈം പീരീഡിന് ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പാർട്ണർഷിപ്പാണ് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്. അപ്പൊ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ്. അപ്പൊ ഇത്രയും എന്താണ് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് എന്നുള്ളത് ഓർത്തിരിക്കണം. ജനറൽ പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. ജനറൽ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള പാർട്ണർഷിപ്പ്, പിന്നെ ഉള്ളത് ലിമിറ്റഡ് പാർട്ണർഷിപ്പ്, ലയബിലിറ്റി ലിമിറ്റഡ് ആവും. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് അറ്റ് വില്ലും പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്.
These are the 4 types of partnership. അപ്പോൾ കൂടുതലും എന്തായിരിക്കും അൺലിമിറ്റഡ് പാർട്ണർഷിപ്പ് ആയിരിക്കും. ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അവർ LLP ആയിട്ടൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പൊ യൂഷ്വലി ജനറൽ പാർട്ണർഷിപ്പ് ആണ്. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് അറ്റ് വില്ല് ആണ് കൂടുതലും നമ്മുടെ ഇടയിൽ ഇപ്പം മിക്കവാറുള്ള പാർട്ണേഴ്സിലൊക്കെ കാണാൻ പറ്റുന്ന പാർട്ണർഷിപ്പ് ആയിരിക്കും. ഒരു സ്പെസിഫിക് ടൈം പീരീഡ് ഒന്നും പറഞ്ഞിട്ടുണ്ടാവത്തില്ല. റെയർ ആയിട്ടാണ് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ജനറൽ പാർട്ണർഷിപ്പും പാർട്ണർഷിപ്പ് അറ്റ് വില്ലും ആണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് കണ്ടു. ഇനി ഏതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ണേഴ്സ്? ഈ പാർട്ണർഷിപ്പിൽ തമ്മിൽ പല ടൈപ്പിലുള്ള പാർട്ണേഴ്സ് ഉണ്ടാവും. അത് ഏതൊക്കെയാണുള്ളത്? ആക്റ്റീവ് പാർട്ണർ അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ണർ, പിന്നെ സ്ലീപ്പിംഗ് പാർട്ണർ, ഡോർമെന്റ് പാർട്ണർ, സീക്രട്ട് പാർട്ണർ, ലിമിറ്റഡ് പാർട്ണർ, പാർട്ണർ ഇൻ പ്രോഫിറ്റ്സ് ഓൺലി, നോമിനൽ പാർട്ണർ, മൈനർ ഇനം പാർട്ണർ ആയിട്ട് വന്ന അതെന്താ എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. ആക്റ്റീവ് പാർട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ ആൻഡ് ഓൾസോ ടേക്ക് പാർട്ട് ഇൻ മാനേജ്മെന്റ് ഓഫ് ദ ഫേം. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അത് എല്ലാവരും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ he takes part in the actively in the management of the firm. അപ്പൊ ബിസിനസ് റൺ ചെയ്യുന്നതിൽ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ബിസിനസ് ഡിസിഷൻ എടുക്കുന്നതിലെ പാർട്ടാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെയാണ് ആക്റ്റീവ് പാർട്ണർ എന്ന് പറയുന്നത്. ആൻഡ് ഹിസ് ലയബിലിറ്റി വുഡ് ബി അൺലിമിറ്റഡ്. അപ്പൊ ആളുടെ ലയബിലിറ്റിയും അൺലിമിറ്റഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഹി വുഡ് ബി നോൺ ടു ഔട്ട്സൈഡേഴ്സ്. എല്ലാവർക്കും അറിയാം ആ പാർട്ണർഷിപ്പായിട്ട് ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കും. ആളായിരിക്കുമല്ലോ എല്ലാം ഡീൽ ചെയ്യുന്നതും ഫേമിന്റെ പേര് സൈൻ ചെയ്യുന്നതും ഒക്കെ. അപ്പൊ എല്ലാ ഔട്ട്സൈഡേഴ്സിനും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളായിരിക്കും. ആൻഡ് ഹി ഷെയർസ് ദ പ്രോഫിറ്റ് ഓഫ് കോഴ്സ് പ്രോഫിറ്റ് ഷെയറിംഗ് പാർട്ടാണ്. ആൻഡ് ഹി ഈസ് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് പാർട്ണർ. അപ്പൊ ആക്റ്റീവ്ലി ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈസ് കോൾഡ് ആൻ ആക്റ്റീവ് പാർട്ണർ. ഹിസ് ലയബിലിറ്റി വുഡ് ബി അൺലിമിറ്റഡ് ആൻഡ് ഹി ഈസ് നോട്ട് ടു ഔട്ട്സൈഡേഴ്സ്. അപ്പൊ അങ്ങനത്തെ പാർട്ണറിനാണ് ആക്റ്റീവ് പാർട്ണർ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ആക്റ്റീവ് പാർട്ണർ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്ലീപ്പിംഗ് പാർട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് പാർട്ണറിന് ഓപ്പോസിറ്റ് ആണ്. ഇൻആക്റ്റീവ് പാർട്ണർ എന്ന് പറയാം. സിംപ്ലി കോൺട്രിബ്യൂട്ട്സ് എ ക്യാപിറ്റൽ. ഹി ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ദ ഫേം. ഹി ഷെയർ പ്രോഫിറ്റ് ഓർ ലോസസ്. പ്രോഫിറ്റ് ഷെയറിംഗ് ഒക്കെ ഉണ്ട്. ആൻഡ് ഹിസ് ലയബിലിറ്റി ഫോർ ഫേംസ് ഡെറ്റ്സ് ഇസ് അൺലിമിറ്റഡ്. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ബട്ട് ഹി ഈസ് നോട്ട് നോൺ ടു ദ ഔട്ട്സൈഡ് വേൾഡ്. എന്താണെന്ന് വെച്ചാൽ ഹിസ് ആൻ ഇൻആക്റ്റീവ് പാർട്ണർ. ജസ്റ്റ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റും ഉണ്ട്. ജനറൽ പാർട്ണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ liability unlimited ആണ്. പക്ഷെ since he is not actively engaged in participation of business or day-to-day activities, he is not known to the outsiders. അപ്പൊ അങ്ങനത്തെ കേസിൽ ഇൻആക്റ്റീവ് പാർട്ണർ ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പാർട്ണർ ആയതുകൊണ്ട് തന്നെ he is not known to outsiders. അപ്പൊ ആക്റ്റീവ് പാർട്ണർ എന്താ, ഇൻആക്റ്റീവ് പാർട്ണർ ഓർ സ്ലീപ്പിംഗ് പാർട്ണർ എന്താണെന്ന് ഓർമ്മിക്കണം. രണ്ടുപേരും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, രണ്ടുപേർക്കും ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ്ലി മാനേജ്മെന്റിൽ ആക്റ്റീവ്ലി ആ ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ഇൻ കേസ് ഓഫ് ഇൻആക്റ്റീവ് പാർട്ണർ. അതുപോലെ തന്നെ ഈസി നോൺ ടു ഔട്ട്സൈഡ് പാർട്ടീസ്, ഈസി നോൺ ടു ഔട്ട്സൈഡ് പാർട്ടീസ്, ആ ഒരു കേസിലാണ് പിന്നെ അവർ തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ വരുന്നത്. ഇനി സീക്രട്ട് പാർട്ണർ എന്താന്നുള്ളത്, manage the firm's business. He shares the profit or losses of the firm. അവിടെ എന്താണ് ഇതിനകത്ത് ഡിസ്റ്റിങ്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ് കണക്ഷൻ വിത്ത് ദ ഫേം ഇസ് നോട്ട് നോൺ ടു ദ ഔട്ട്സൈഡ് വേൾഡ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് പാർട്ണറും സീക്രട്ട് പാർട്ണറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഔട്ട്സൈഡ് വേൾഡിന് അറിയത്തില്ല. പക്ഷെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീസ് എ സീക്രട്ട് പാർട്ണർ, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഹീസ് എ സ്ലീപ്പിംഗ് പാർട്ണർ. ഫേമിന്റെ ആക്ടിവിറ്റീസിൽ മാനേജ്മെന്റ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഹി ഈസ് നോട്ട് നോൺ ടു ഔട്ട്സൈഡ് വേൾഡ് ആസ് എ പാർട്ണർ. അങ്ങനത്തെ കേസ് ആണെങ്കിൽ സീക്രട്ട് പാർട്ണർ. ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഔട്ട്സൈഡ് വേൾഡിന് അറിയത്തില്ല, അങ്ങനത്തെ കേസ് ആണെങ്കിൽ സ്ലീപ്പിംഗ് പാർട്ണർ. അതിനെയാണ് സീക്രട്ട് പാർട്ണർ എന്ന് പറയുന്നത്. ഇവരെല്ലാവരും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് അല്ലെങ്കിൽ ലോസും ഷെയർ ചെയ്യേണ്ടി വരും. ലയബിലിറ്റി അൺലിമിറ്റഡും ആണ്. ഇനി ഔട്ട്സൈഡ് വേൾഡിന് അറിയോ എന്നുള്ളത് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ഔട്ട്സൈഡ് വേൾഡിന് അറിയും പാർട്ണറാണോ ഇൻആക്റ്റീവ് പാർട്ണറാണോ, ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവുന്നുണ്ടോ എന്നൊക്കെ വെച്ചിട്ടാണ് സ്ലീപ്പിംഗ് പാർട്ണറും സീക്രട്ട് പാർട്ണറും തമ്മിലുള്ള ഡിസിഷൻ വരുന്നത്. 3 types of partners നമ്മൾ നോക്കി, ആക്റ്റീവ് പാർട്ണർ, സ്ലീപ്പിംഗ് പാർട്ണർ, സീക്രട്ട് പാർട്ണർ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർ ഇൻ പ്രോഫിറ്റ്.
or profit of the firm. അപ്പൊ എത്രയാണോ നമ്മൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് അത് വെച്ചിട്ടാണ് പ്രോഫിറ്റിന്റെ ഷെയറിംഗ് എങ്കിൽ and he is not entitled to take active part in the management of the business. Firm is not dissolved in the event of his death. He is called a limited partner. അപ്പൊ ലയബിലിറ്റി ഓഫ് പാർട്ണർ ലിമിറ്റഡ് ആണെങ്കിൽ, അതായത് പേഴ്സണൽ ലയബിലിറ്റി ഒന്നും വരില്ല. എന്തെങ്കിലും ഫേമിന്റെ ഇതിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ അസറ്റ്സിൽ നിന്ന് റിക്കവർ ചെയ്യേണ്ടി വരത്തില്ലെങ്കിൽ then he is called a limited partner. His liability would be limited to the extent of his share in capital to the firm. എത്രയാണോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ആ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പൊ അത്രേ ലയബിലിറ്റി നമുക്ക് ആ ഫേമിനോട് ഉള്ളൂ എങ്കിൽ ഹീസ് കോൾഡ് എ ലിമിറ്റഡ് പാർട്ണർ. ഇൻ കേസ് ഓഫ് ഡെറ്റ്സ് ഓഫ് പാർട്ണർ, ഫേമിന്റെ ഡെറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ പാർട്ണറിന്റെ പേഴ്സണൽ അസറ്റ്സിൽ നിന്ന് റിക്കവർ ചെയ്യേണ്ടി വരത്തില്ലെങ്കിൽ ഹീസ് കോൾഡ് എ ലിമിറ്റഡ് പാർട്ണർ. ലയബിലിറ്റി ലിമിറ്റഡ് ആണെന്നുള്ളത് അതിനാണ് ലിമിറ്റഡ് പാർട്ണർ എന്ന് പറയാം. ഇനി പാർട്ണർ ഇൻ പ്രോഫിറ്റ്സ് ഉള്ളി. ഇപ്പൊ പാർട്ണർ ഇൻ പ്രോഫിറ്റ് ഉള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ partners in profit only share in the profits of the firm but not in the losses. അപ്പൊ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം അതിന്റെ ഷെയർ ചോദിച്ചു വരുന്നതാണ്. ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലോസിന്റെ ആ ഷെയർ ബിയർ ചെയ്യത്തില്ല. അപ്പൊ അങ്ങനത്തെ പാർട്ട്നേഴ്സിനാണ്. അപ്പൊ അവർ തമ്മിലൊരു എഗ്രിമെന്റ് കാണും. ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ് അവർ എന്തായാലും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രോഫിറ്റിന്റെ ഷെയർ വേണം. പക്ഷെ ലോസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ബിയർ ചെയ്യത്തില്ല എന്നുള്ളത് ആദ്യമേ എഗ്രിമെന്റ് പക്ഷെ ഇയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, അതുകൊണ്ട് അയാൾക്ക് പ്രോഫിറ്റിന്റെ ഷെയർ കൊടുക്കും. പക്ഷെ ലോസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബിയർ ചെയ്യത്തില്ല എന്നുള്ളത് ആദ്യമേ ഇവർ തമ്മിലുള്ള എഗ്രിമെന്റ് കാണും. അപ്പൊ അതിനെയാണ് പാർട്ണർ ഇൻ പ്രോഫിറ്റ് ഓൺലി പറയുന്നത്. പാർട്ണർ ഇൻ പ്രോഫിറ്റ് ഓൺലി ഷെയർ ഓൺലി ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം ബട്ട് നോട്ട് ദ ലോസസ്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ ഓർ ക്വാസി പാർട്ണർ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനൽ പാർട്ണർ contributes capital, not take part in the management of the business. He does not share the profit or losses. He only lends his name and reputation for the benefit of the firm. അപ്പം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യോ അതുമില്ല, മാനേജ്മെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യോ അതുമില്ല. ഹി ഡസ് നോട്ട് ഷെയർ പ്രോഫിറ്റ് ഇനിയും കൊടുക്കണമെന്നോ അതും വേണ്ട. പക്ഷെ ഹിസ് നെയിം ഈസ് ദയർ. അപ്പൊ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് നോക്കി കഴിഞ്ഞാൽ ആ പുള്ളിയുടെ പേര് അവിടെ കാണും. ആ നോമിനൽ പേര് മാത്രം കൊടുക്കുന്നുണ്ട്. ആ നെയിമിന് വേണ്ടി മാത്രം, നെയിം സ്റ്റേക്കിന് വേണ്ടി മാത്രം ഉള്ളതായതുകൊണ്ട് നോമിനൽ പാർട്ണർ എന്ന് പറയുന്നത്. ചിലപ്പോൾ ആൾക്ക് നല്ല റെപ്യൂട്ടേഷൻ കാണും, ചിലപ്പോൾ ആളും കൂടെ ഉള്ളത് കൊണ്ട് ആ പാർട്ണർഷിപ്പ് ഫേം ആസ് എ ഹോൾ അതിന്റെ ഗുഡ് വിൽ ഒക്കെ കൂടുന്നുണ്ടാവും. ഇന്ന ആള് ചിലപ്പോ ഒരു പബ്ലിക്കലി നല്ല അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ ആളും കൂടെ ചേർന്നൊരു പാർട്ണർഷിപ്പ് ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിന് നല്ലതായിരിക്കും. അപ്പൊ അതുകൊണ്ട് മാത്രം പുള്ളിയെ പാർട്ണർ ആക്കി വെക്കുന്നു. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഇല്ല, മാനേജ്മെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല, പ്രോഫിറ്റ് ഷെയറിംഗിലില്ല, ലോസും ഷെയർ ചെയ്യത്തില്ല. ജസ്റ്റ് ലെൻസ് ഹിസ് നെയിം ആൻഡ് റെപ്യൂട്ടേഷൻ ഫോർ ദ ബെനിഫിറ്റ് ഓഫ്. അങ്ങനത്തെ പാർട്ണേഴ്സിനെയാണ് നോമിനൽ പാർട്ണർ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ്. ഇനി മൈനർ ആസ് എ പാർട്ണർ. മൈനർ പാർട്ണർ ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ കേസ് എന്നുള്ളത് താഴോട്ട് വരുമ്പോൾ ഉണ്ട്. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് എന്തൊക്കെയാണ്? വർക്കിംഗ് പാർട്ണർ അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ണർ, സ്ലീപ്പിംഗ് പാർട്ണർ അല്ലെങ്കിൽ ഡോർമെന്റ് പാർട്ണർ അല്ലെങ്കിൽ ഇൻആക്റ്റീവ് പാർട്ണർ എന്ന് പറയാം. സീക്രട്ട് പാർട്ണർ, ഔട്ട്സൈഡ് വേൾഡിന് അറിയില്ല പക്ഷെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെങ്കിൽ ലിമിറ്റഡ് പാർട്ണർ. പിന്നെ പാർട്ണർ ഇൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ, ലോസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന്റെ ഷെയർ ബിയർ ചെയ്യില്ല. പിന്നെ നെയിം മാത്രം ലെൻഡ് ചെയ്യുകയാണെങ്കിൽ ഹീസ് കോൾഡ് എ നോമിനൽ പാർട്ണർ. അപ്പൊ ഈ പേര് വെച്ച് തന്നെ ഏകദേശം ഐഡിയ ആവുമല്ലോ എന്താണുള്ളത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ണേഴ്സും ഓർത്തിരിക്കണം. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ്. പാർട്ണർഷിപ്പ് ഈസ് എ ക്രിയേഷൻ ഓഫ് കോൺട്രാക്ട്. അതായത് അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിന്റെ ബേസിസിലാണ് മൊത്ത കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് പാർട്ണർഷിപ്പ് ഈസ് എ ക്രിയേഷൻ ഓഫ് കോൺട്രാക്ട് എന്ന് പറയും. ഈ സെന്റൻസ് ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെക്കണം. ഫിൽ ബ്ലാങ്ക്സിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പാർട്ണർഷിപ്പ് ഈസ് എ ക്രിയേഷൻ ഓഫ് കോൺട്രാക്ട്. അപ്പൊ കോൺട്രാക്ട് ആണ് എല്ലാ ആക്ടിനകത്തായാലും ഇതിന്റെ പാർട്ണർഷിപ്പിനകത്താണെങ്കിലും എല്ലാം കോൺട്രാക്ട് ബേസിസിലാണ് എല്ലാം നടത്തുന്നത്. തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. അതെല്ലാം അങ്ങനെ ഒരു ഇതായതുകൊണ്ടാണ് പാർട്ണർഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി പാർട്ണർഷിപ്പും കമ്പനിയും തമ്മിലൊക്കെ ഉള്ള ഡിഫറൻസ്. മെമ്പേഴ്സ് ഓഫ് ഹിന്ദു undivided family carrying on the family business such as or Burmese Buddhist husband and wife. അപ്പൊ ഇവരൊക്കെ തമ്മിൽ പാർട്ട്നേഴ്സ് ആണോ എന്നുള്ളതാണ്. അല്ല, ഇവര് തമ്മിൽ പാർട്ട്നേഴ്സ് അല്ല. ഇവർ തമ്മിൽ എഗ്രിമെന്റ് ഒന്നും ഇല്ലല്ലോ. ഇപ്പം HUF-ഉം ആ കറക്റ്റയും കോ പാർട്ട്നേഴ്സും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ഒന്നും ഇല്ല. അവിടെ
ജനിച്ചത് കൊണ്ട് അതൊരു ജോയിന്റ് ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് മാത്രം ഇതായത്, അല്ലാതെ അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ പാർട്ട്നേഴ്സ് ആയിട്ടൊന്നും കണക്കാക്കുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ HUF ഒന്നും പാർട്ട്നേഴ്സ് അല്ല, അവര് ജസ്റ്റ് ആ സ്റ്റാറ്റസ് ആ ഒരു ഇതിൽ അവര് വന്നു പോയതാണ്, അല്ലാതെ അവര് തമ്മിൽ ഒരു എഗ്രിമെന്റ് കൊണ്ട് ഉണ്ടായതല്ല. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഈസ് എ ക്രിയേഷൻ ഓഫ് കോൺട്രാക്ട് എന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പൊ അതൊക്കെ. ഇനി എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പും കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ്? ഫസ്റ്റ് ഡിഫറൻസ് ലീഗൽ എൻറ്റിറ്റി വെച്ചിട്ടാണ്. അപ്പൊ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി ഇല്ല, അത് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഫേം അതിനകത്ത് ഓരോ പാർട്ട്നേഴ്സും എന്ത് ചെയ്താലും അത് ഫേം അതിന് ലയബിൾ ആണ്. ഈ പാർട്ട്നേഴ്സ് ഫേമിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഫേം പാർട്ട്നേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് തമ്മിൽ മ്യൂച്വൽ ഏജൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഫേം എന്ത് ചെയ്താലും പാർട്ട്നേഴ്സ് എന്ത് ചെയ്താലും ബാക്കി എല്ലാവരും ലയബിളാണ്. ബാക്കി പാർട്ട്നേഴ്സിന് ലയബിളാണ്, അതുപോലെ തന്നെ ഫേമിന് ലയബിൾ. അപ്പൊ ഫേമിന്റെ പേരിൽ എന്ത് ചെയ്താലും പാർട്ട്നേഴ്സിന് ലയബിൾ ആണ്. ആ ഫേമിന് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി ഇല്ല, ഫേം ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അത് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ, ഇവര് മ്യൂച്വൽ ഏജൻസ് ആണെന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ കളക്റ്റീവ്ലി പാർട്ട്നേഴ്സിനെ പറയുന്നതാണ് ഫേം എന്നും പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ പാർട്ട്നേഴ്സ് എന്താണോ അതാണ് ഫേം, ഫേം എന്താണോ അതാണ് പാർട്ട്നേഴ്സ്. അപ്പം ഒരു സെപ്പറേറ്റ് ഡിസ്റ്റിങ്ഷൻ ഒന്നും ഇല്ല. പക്ഷെ ഇൻ കേസ് ഓഫ് കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി ഉണ്ട്, അതിന് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയാം. അതായത് കമ്പനി എൻറ്റർ ചെയ്യുന്ന കോൺട്രാക്ട്സ് അതിനൊക്കെ കമ്പനിയാണ് ലയബിൾ. അപ്പൊ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഷെയർ എത്രയാണോ അത്രയത്തിന് മാത്രമേ അവർ ലയബിൾ ആവുള്ളൂ. അതായത് ഇപ്പൊ ഞാനൊരു ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും, ഇപ്പൊ ഞാൻ റിലയൻസിന്റെ ഷെയർ വാങ്ങിച്ചു എന്നിരിക്കട്ടെ, അപ്പൊ നാളെ റിലയൻസ് എന്തെങ്കിലും ഒക്കെ ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ടാൽ ഞാൻ ലയബിൾ ആയിരിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ കമ്പനിയാണ് അതിന് ആ ട്രാൻസാക്ഷൻ എൻറ്റർ ചെയ്തത്, അല്ലെങ്കിൽ കമ്പനിയാണ് ലയബിൾ. അവരെന്തെങ്കിലും ഫോൾട്ട് ചെയ്തിരുന്നോ, അവരെന്തെങ്കിലും ബിസിനസ്സിൽ എൻറ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മെമ്പേഴ്സിനെ ലയബിൾ ആക്കാൻ പറ്റില്ല. ആ എന്തെങ്കിലും ഒരു ഇതില് ഒരു കോൺട്രാക്റ്റിൽ കമ്പനി എൻറ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പേരിലാണ്. അതാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് ബെയിൽ അല്ലെങ്കിൽ അൾട്രാ വയർസ്, അത് നമ്മൾ കമ്പനിക്ക് അത് പഠിക്കുമല്ലോ. അതൊക്കെയാണ് കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി ഉള്ളത് കൊണ്ട് മെമ്പേഴ്സ് പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലാതെ അവർക്ക് എല്ലാ ലയബിലിറ്റിയും കൂടെ വരില്ല. അപ്പൊ അതിനെയാണ് പറയുന്നത് കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി ഉണ്ട്, അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. പക്ഷെ പാർട്ണർഷിപ്പ് പറഞ്ഞൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല. പാർട്ട്നേഴ്സ് തന്നെയാണ് പാർട്ണർഷിപ്പ്, അത് തന്നെയാണ് ഫേം. പക്ഷെ കമ്പനിയുടെ കേസിൽ മെമ്പേഴ്സ് വേറെയാണ്, കമ്പനി വേറെയാണ്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് വേറെയാണ്, കമ്പനി വേറെയാണ്. അപ്പൊ അതാണ് ഫസ്റ്റ് ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് അൺലിമിറ്റഡ് ആയിരിക്കും. അല്ലാതെ ഇപ്പൊ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അല്ലാത്ത പക്ഷം യൂഷ്വലി ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് അൺലിമിറ്റഡ് ആണ്. പക്ഷേ ഇൻ കേസ് ഓഫ് കമ്പനിയോ ലയബിലിറ്റി ഓഫ് കമ്പനി ഈസ് ലിമിറ്റഡ്. ഓരോരുത്തരുടെയും ഷെയറിന്റെ വാല്യൂ, നോമിനൽ വാല്യൂ എത്രയാണ്? ഞാൻ 100 രൂപയുടെ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്റെ ലയബിലിറ്റി ടുവേർഡ്സ് കമ്പനി 100 രൂപയാണ്. പക്ഷെ പാർട്ണർഷിപ്പിന്റെ കേസിൽ അതല്ല. ഞാൻ ഒരു പാർട്ണർഷിപ്പിലെ പാർട്ണർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ണർഷിപ്പ് ഫേം എന്തൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്നോ, ഇനി അവർക്ക് എന്തെങ്കിലും വലിയ ഫേമിന് ഒരു വലിയ കടം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അതിന് അൺലിമിറ്റഡ് ആയിട്ട് എനിക്ക് ലയബിലിറ്റി ബിയർ ചെയ്താലേ പറ്റുള്ളൂ. അനുസരിച്ച് വിൽക്കണമെങ്കിൽ but liability of partners is unlimited. Liability of members of the company is limited. ഇനി ഒരു പാർട്ണർഷിപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മിനിമം 2 persons ആവശ്യമാണ്. പക്ഷെ ഇൻ കേസ് ഓഫ് കമ്പനി അവിടെ 1 person കമ്പനി ഉണ്ട് അല്ലെ. അപ്പൊ ഓഫീസ് ഒരാളെ ഉള്ളെങ്കിലും അതിനെ ആൾക്ക് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിലും ഇത് പറ്റുമല്ലോ, 1 person കമ്പനി എന്നുള്ളത് പോസിബിൾ ആണ്. പക്ഷെ പാർട്ണർഷിപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി 2 പേരെങ്കിലും മിനിമം വേണം. പിന്നെ മാക്സിമം എത്ര പേര് കാണാൻ പറ്റും? 100 പേരെ മാക്സിമം ആവാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പാർട്ണർഷിപ്പ് ഹയർ ഇതിലോട്ട് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ മിനിമം നമ്പർ ഇസ് 2 ആൻഡ് മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇസ് 100. ഇനി മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫോർ എ പ്രൈവറ്റ് കമ്പനി ഇസ് 2. OPC ആണെങ്കിൽ 1, ഇനി പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 ആൻഡ് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഇസ് 200. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലോ 7, മാക്സിമം ആണെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് അങ്ങനെ മാക്സിമം ലിമിറ്റ് ഒന്നും ഇല്ല. ഇപ്പം പബ്ലിക് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റഡ് ആയിരിക്കും, ഷെയർ ഹോൾഡേഴ്സ് കുറെ പേരുണ്ട്. പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നുമില്ല. അപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പാർട്ണർഷിപ്പ് ആണെങ്കിൽ മിനിമം 2 persons ഉണ്ടാവണം, മാക്സിമം 100 പറ്റുള്ളൂ. കമ്പനി ആണെങ്കിലോ മിനിമം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ 2 people ഉണ്ടാവണം, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ 7 people ആവണം. മാക്സിമം ലിമിറ്റ് എന്തൊക്കെയാ? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ 200,
പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് മാക്സിമം ലിമിറ്റ് ഒന്നും ഇല്ല. ഓഫീസ് ആണെങ്കിൽ 1 പേഴ്സണും കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം സെക്കൻഡ് ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഓഫ് മെമ്പേഴ്സിലുള്ള ഡിഫറൻസ് ആണ്. നമ്പർ ഓഫ് പാർട്ട്നേഴ്സും നമ്പർ ഓഫ് മെമ്പേഴ്സും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ആണ് സെക്കൻഡ് ആയിട്ട് വരുന്നത്. ഇനി പാർട്ട്ണർ കനോട്ട് distinction a partner cannot transfer his share without consent of other members. അപ്പം ഇവർ തമ്മിൽ മ്യൂച്വൽ ഏജൻസ് ആണ്, ഇവരുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇവർ ഭയങ്കര ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ പാർട്ണർ കനോട്ട് ട്രാൻസ്ഫർ. ഇപ്പം നാളെ തൊട്ട് ഞാൻ പാർട്ണർഷിപ്പിലില്ല, എനിക്ക് പകരം ഇയാൾ വന്നേക്കും, അല്ലെങ്കിൽ എന്റെ ഷെയറിങ് ഇയാൾ നോക്കിക്കോളും, ഇയാളെ എനിക്ക് പകരമായിട്ട് ഇയാളെ കൺസിഡർ ചെയ്തോളും എന്നൊന്നും നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റത്തില്ല. എല്ലാ ബാക്കി പാർട്ട്നേഴ്സിന്റെ കൺസെന്റ് ഇല്ലാതെ അത് പറ്റില്ല. എ പാർട്ണർ കനോട്ട് ട്രാൻസ്ഫർ ഹിസ് ഷെയർ വിത്തൗട്ട് കൺസെന്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ്. പക്ഷേ ട്രാൻസ്ഫർ ഓഫ് ഷെയർസിനെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇസ് നോട്ട് എ റെസ്ട്രിക്റ്റഡ് വൺ ആണല്ലോ. നമ്മൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യും, നമ്മൾ ഓരോ തവണ ആ കമ്പനിയുടെ ഇപ്പൊ ITSയുടെ ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമ്മൾ ITSയോട് ചോദിച്ചിട്ടാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രേഡിംഗ് ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് ഷെയർസിനെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി അതിനകത്ത് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, നമുക്ക് ട്രേഡിംഗ് ചെയ്യാം, അങ്ങോട്ട് ബൈ ചെയ്യാം, സെൽ ചെയ്യാം. അവിടെ ട്രാൻസ്ഫർ ഓഫ് ഷെയറിന് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. പക്ഷെ ഇൻ കേസ് ഓഫ് പാർട്ണർഷിപ്പ്, പാർട്ണർ cannot transfer his share without consent of other partners. അപ്പം അതാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് വെച്ചുള്ള ഡിസ്റ്റിങ്ഷൻ. ഇനി മാനേജ്മെന്റ്. A firm can be run by all or any of the partners. അതിപ്പോ നമ്മൾ പറഞ്ഞു ഇൻആക്റ്റീവ് പാർട്ണർ കാണും, സീക്രട്ട് പാർട്ണർ കാണും, അങ്ങനെ പല ടൈപ്സ് ഓഫ് പാർട്ണേഴ്സിനെ നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഒരാൾ ഇപ്പൊ എല്ലാവരും ആക്റ്റീവ് പാർട്ണേഴ്സ് ഒന്നും ആവണമെന്നില്ല. ഇപ്പൊ രണ്ടുപേരേ ഉള്ളൂ, അതിനകത്ത് ഒരാൾ ആക്റ്റീവ് ഒരാൾ ഇൻആക്റ്റീവ് അങ്ങനെയൊക്കെ ആവാമല്ലോ. അപ്പൊ റൺ ബൈ ഓൾ ആവും, എല്ലാവരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എനി ഓഫ് ദ പാർട്ണേഴ്സ് കുറച്ച് പേരായിരിക്കും, അല്ലെങ്കിൽ ഒരാളാവാം, അങ്ങനെയൊക്കെ ആയിരിക്കും പാർട്ണർഷിപ്പിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ കമ്പനി പറഞ്ഞാൽ ഇപ്പൊ ലിമിറ്റഡ് ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ആണ്, ഇവരെല്ലാരും കൂടാണ് എന്നത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബിസിനസ് ഡിസിഷൻ ഒക്കെ എടുക്കുന്നത്. അല്ല, അവിടെ ഒരു എലക്ടഡ് ബോർഡ് ഉണ്ട്. അപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കമ്പനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അവരാണ് ഡിസിഷൻ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് ഹാവിംഗ് റെസ്പോൺസിബിലിറ്റി ടു റൺ ദ മാനേജ്മെന്റ്. അപ്പോൾ മാനേജ്മെന്റ് ഓഫ് ദ firm can be run by all or any of the partners. പക്ഷേ in case of company ആരാണ് മാനേജ്മെന്റ് ചെയ്യുന്നത് എന്നുള്ളത് വെച്ചിട്ട് അടുത്ത ഡിസ്റ്റിങ്ഷൻ. ചിലപ്പോൾ all partners ആവാം, any of the partners ആവാം. കമ്പനി ആണെങ്കിൽ ആരായിരിക്കും മാനേജ്മെന്റ് റൺ ചെയ്യുന്നത്? ബിസിനസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസും ബിസിനസ് ട്രാൻസാക്ഷനും ഒക്കെ മാനേജ് ചെയ്യുന്നത് അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ കമ്പനി നമ്മൾ ആദ്യം പറഞ്ഞ ആർട്ടിഫിഷ്യൽ ലീഗൽ ഐഡന്റിറ്റി ഉള്ള ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ കമ്പനിക്ക് സൈൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യും, മാനേജ്മെന്റ് റൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ഇനി റിലേഷൻഷിപ്പ് വിത്ത് പാർട്ണേഴ്സ് ഏജൻസി. മ്യൂച്വലി അവർ ഏജൻസ് ആണ്, ഓരോ പാർട്ണറും മറ്റൊരു പാർട്ണറിന്റെ ഏജന്റ് ആണ്. അതുപോലെ ഈ പാർട്ണേഴ്സ് എല്ലാം ഫേമിന്റെ ഏജന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഏജൻസി ഉണ്ട്, ഒരു മ്യൂച്വൽ ഏജൻസി ഉണ്ട് പാർട്ണേഴ്സ് തമ്മിലുള്ള. പക്ഷെ കമ്പനിയിൽ അവിടെ ഒരു മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നില്ല. പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്കോർഡിംഗ് ടു ദ എഗ്രിമെന്റ് എന്റർഡ് ഇൻ ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ് ഇഫ് നോ എഗ്രിമെന്റ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേഷൻ ഓഫ് കോൺട്രാക്ട് ആണ്. കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ എല്ലാ ഈ എഗ്രിമെന്റിന്റെ ബേസിസിലാണ് പോകുന്നത്. അവർ എന്ത് നോക്കിയാലും പ്രോഫിറ്റ് ഷെയറിംഗ് അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ദ പാർട്ണർ, അഡ്മിഷൻ ഓഫ് ദ പാർട്ണർ, എന്ത് ചെയ്യണം എന്നുള്ളത് ഇതിലാണ് ആ എഗ്രിമെന്റ്. അതിനെ ബേസ് ചെയ്താണ് ഇവര് പാർട്ണർഷിപ്പ് റൺ ചെയ്യുന്നത്. അപ്പൊ പ്രോഫിറ്റ്
എന്താണോ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ളത് ആ റേഷ്യോയിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ അവരുടെ ക്യാപിറ്റലിന്റെ റേഷ്യോയിലായിരിക്കാം, അവർ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് ആ റേഷ്യോയിലായിരിക്കാം, അല്ലെങ്കിൽ ഇവർ സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആദ്യമേ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ആ റേഷ്യോയിലായിരിക്കാം. ഇനി പ്രോഫിറ്റ് ഷെയറിങ്ങിനെ പറ്റി ഈക്വലി എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അത്രയും വെച്ചിട്ടായിരിക്കും അവര് പ്രോഫിറ്റ് ഷെയറിങ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇൻ കേസ് ഓഫ് കമ്പനിയോ, no requirement of profit distribution to members. It is a discretion of management to declare dividend and that too out of profit. അപ്പോൾ ഡിവിഡൻഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് ആണല്ലോ, ഡിവിഡൻഡ് ആണ് നമ്മൾ മെമ്പേഴ്സിന് കൊടുക്കുക. അപ്പൊ ഡിവിഡൻഡ് കൊടുക്കണോ? ചില സമയത്ത് ചിലപ്പോൾ ചില കമ്പനീസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ മെമ്പേഴ്സിന് ഷെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ ഡിവിഡൻഡ് അതുപോലെ തന്നെ പിന്നെ കമ്പനിയിൽ റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കമ്പനിക്ക് കുറച്ചുകൂടെ നല്ലത് അത് തന്നെ. അപ്പൊ എല്ലാ വർഷവും എല്ലാ കമ്പനീസും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണം എന്നില്ല. അപ്പൊ ഇറ്റ് ഈസ് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് മാനേജ് അറിയില്ല കേട്ടോ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രീൻ ഷെയറിങ് പോകുന്നതെന്ന്. സോറി. അപ്പൊ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം എന്തായാലും പാർട്ണർഷിപ്പ് ആണെങ്കിൽ ഉണ്ട്. ലോസ് ആണെങ്കിൽ അവരുടെ എഗ്രിമെന്റ് എന്താണ്, ലോസ് ബിയർ ചെയ്യുമോ എന്നുള്ളത് അങ്ങനെ എന്താന്ന് വെച്ചാൽ എന്തായാലും ഷെയറിംഗ് അവിടെ എല്ലാ വർഷവും എന്തായാലും എപ്പോഴും നടക്കും. പക്ഷെ കമ്പനിയിൽ എല്ലാ വർഷവും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണമെന്നോ ഒന്നും അങ്ങനെയൊന്നും നിർബന്ധമില്ല. ചില കമ്പനീസ് എല്ലാ വർഷവും ഒന്നും ഡിക്ലെയർ ചെയ്തില്ല. ചില ക്വാർട്ടർലി ഒക്കെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാനേജ്മെന്റ് ആണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം എന്നാണ്. പക്ഷെ പാർട്ണർഷിപ്പിൽ ഉറപ്പായിട്ട് അവിടെ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ റെമഡി ടു ക്രെഡിറ്റേഴ്സ്. Creditors of firm can proceed against the partners jointly and severally. അതായത് അൺലിമിറ്റഡ് ലയബിലിറ്റി ഒക്കെ ആണെങ്കിൽ പാർട്ണേഴ്സിന്റെ പേഴ്സണൽ അസറ്റ്സിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ക്രെഡിറ്റേഴ്സിന് എപ്പോഴും പാർട്ണേഴ്സിനെ അഗേൻസ്റ്റ് അല്ലെങ്കിൽ പാർട്ണേഴ്സിനെ അഗേൻസ്റ്റ് ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കാൻ പറ്റും. ഇനി ക്രെഡിറ്റേഴ്സ് ക്യാൻ പ്രൊസീഡ് ഓൺലി അഗേൻസ്റ്റ് ദ കമ്പനി ആൻഡ് നോട്ട് അഗേൻസ്റ്റ് ദ ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും ഇപ്പൊ ക്രെഡിറ്റേഴ്സിന് കമ്പനിയുടെ കേസിലായി കഴിഞ്ഞാൽ കമ്പനിക്ക് അഗേൻസ്റ്റ് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഷെയർ ഹോൾഡേഴ്സിന് അഗേൻസ്റ്റോ മാനേജ്മെന്റിന് അഗേൻസ്റ്റോ അല്ലെങ്കിൽ മെമ്പേഴ്സിന് അഗേൻസ്റ്റോ ഒന്നും കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ പാർട്ണർഷിപ്പ് ആണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് ഈ പാർട്ണേഴ്സിന് പറയാം അപ്പം അവരെ കേസിൽ ഉൾപ്പെടുത്താം, അവരുടെ പേഴ്സണൽ അസറ്റ്സിൽ നിന്ന് റിക്കവർ ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. ലീഗലി പാർട്ണർഷിപ്പ് ആയി കഴിയുമ്പോൾ അതാ കൂടുതൽ കംപ്ലയൻസസ് ഇല്ല. കമ്പനിയായിട്ടൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റ് ഒക്കെ മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. അങ്ങനെ കൂടുതൽ കംപ്ലയൻസ് വരും. പക്ഷെ അതിന്റെ കൂടെ തന്നെ കുറെ പ്രൊട്ടക്ഷനും ലീഗൽ പ്രൊട്ടക്ഷനും കിട്ടും. പാർട്ണർഷിപ്പ് ആയി കഴിഞ്ഞാൽ കംപ്ലയൻസസ് ഇല്ല. ഇപ്പൊ രജിസ്റ്റർ പാർട്ണർഷിപ്പ് രജിസ്റ്റർ ഒന്നും ചെയ്തില്ലെങ്കിൽ വലിയ കംപ്ലയൻസ്, അതുപോലെ തന്നെ അതിന് പ്രൊട്ടക്ഷനും ലീഗൽ ഒരു പ്രൊട്ടക്ഷനും കിട്ടുന്നത് കുറവ് തന്നെ ആയിരിക്കും. പാർട്ണേഴ്സ് എപ്പോഴും എന്താ പറയാ കുറച്ചുകൂടെ എല്ലാത്തിനും ലയബിൾ ആയിരിക്കും. കമ്പനീസ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അത്ര ലയബിലിറ്റി ഇല്ല. ഓഡിറ്റ് ഈസ് നോട്ട് കമ്പൽസറി ഫോർ പാർട്ണർഷിപ്പ് ഫേം. കമ്പൽസറി അല്ല ഇൻ കേസ്, പക്ഷെ അവർക്ക് കുറച്ചുകൂടെ അക്കൗണ്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ലോൺ എല്ലാം റേസ് ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ ഒക്കെ ചിലപ്പം അവർക്ക് കറക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണമെന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഓഡിറ്റ് ഉണ്ടെങ്കിൽ ലോൺ ഒക്കെ സാങ്ഷൻ ആവാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം അവരുടെ അക്കൗണ്ട്സ് ഒക്കെ കറക്റ്റ് ആണെന്നൊരു ഉറപ്പാണല്ലോ ഓഡിറ്റ് ഉണ്ടെങ്കിൽ. പക്ഷെ കമ്പനിയുടെ കേസിൽ എന്തായാലും കമ്പൽസറി ആണ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കമ്പൽസറി ആയിട്ട് വേണം. ഇനി ഇൻകം ടാക്സിന്റെ ലിമിറ്റ് അനുസരിച്ച് 44A ഓഡിറ്റ് വേണമെന്നൊക്കെ ഉള്ളത്. അതും അങ്ങനെ പല 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 ഓഡിറ്റ് ഉണ്ട്. ഇപ്പൊ ടേൺ ഓവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സെക്രട്ടറിയൽ ഓഡിറ്റ് വേണം, കോസ്റ്റ് ഓഡിറ്റ് വേണം, ഇന്റേണൽ ഓഡിറ്റ്, അങ്ങനെ പല പല ടൈപ്സ് ഓഫ് കമ്പനീസിന് പല പല ടൈപ്സ് ഓഫ് ഓഡിറ്റ് കമ്പൽസറി ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഓഡിറ്റ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര കമ്പൽസറി ആയിട്ടൊരു സംഭവം അല്ല. ഇനി ഡിസൊല്യൂഷൻ. ഫേം ക്യാൻ ബി ഡിസോൾവ് ഇൻ ദ ഇവന്റ് ഓഫ് ഡെത്ത് ഓഫ് പാർട്ണർ, റിട്ടയർമെന്റ് ഓഫ് പാർട്ണർ അൺലെസ് അതർവൈസ് എഗ്രീഡ് ഇൻ ടു ദ എഗ്രിമെന്റ്. ചിലപ്പോൾ എഗ്രിമെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ആരെങ്കിലും മരിച്ചു പോയാലും പാർട്ണർഷിപ്പ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഒരു പാർട്ണർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചിലപ്പം ഫേം ഡിസോൾവ് ആകും. ചിലപ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഫേം ഡിസോൾവ് ആവാം. അപ്പൊ അങ്ങനത്തെ കേസുകളിലൊക്കെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് നടക്കും. പക്ഷെ കമ്പനി അങ്ങനെ ഡിസോൾവ് ഷെയർ ഹോൾഡർ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് കമ്പനി ഉടനെ ഡിസോൾവ് ആവോ? ഇല്ലല്ലോ. അപ്പൊ കമ്പനിക്ക് അങ്ങനെ ഡിസോൾവ് ഓൺലി ബൈ വൈൻഡിങ് അപ്പ് പ്രോസസ് ആസ് ഓർഡർഡ് ബൈ ദ കോഡ്. അപ്പൊ അവിടെ ഒരു കറക്റ്റ് ആയിട്ട് ഒരു പ്രോസസ് ഉണ്ട്, വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. ഇനി എന്നാണോ കമ്പനി രജിസ്റ്റർ ആവുന്നത് അന്ന്
രജിസ്റ്റർ ഓഫ് കമ്പനീസിനകത്ത് ആ പേര് കയറിയതാണ്. ആ സ്ട്രൈക്കിംഗ് ഓഫ് വരെ അല്ലെങ്കിൽ വൈൻഡിങ് ഓഫ് വരെ വൈൻഡിങ് അപ്പ് വരെ കമ്പനിയുടെ പേര് അവിടെ തന്നെ ഉണ്ടാവും. അല്ലാതെ ഷെയർ ഹോൾഡേഴ്സ് മാറി എന്ന് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ചിലപ്പോൾ ഞാൻ ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്, ITC ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്, ആ ഷെയർ വിറ്റ് കഴിഞ്ഞാൽ ഞാനും കമ്പനിയും തമ്മിലുള്ള ബന്ധം അവിടെ തീർന്നു. പക്ഷെ കമ്പനി അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ പാർട്ണർഷിപ്പിന്റെ കേസിലാണ് കമ്പനി എങ്ങനെ ഡിസോൾവ് ആവുള്ളൂ, നടന്നു കഴിഞ്ഞാൽ മാത്രമേ കമ്പനി ഡിസോൾവ് ആവുള്ളൂ. ഫേം പക്ഷെ ഏതെങ്കിലും ഒരു പാർട്ണർ അല്ലെങ്കിൽ എഗ്രിമെന്റ് അതുപോലെ തന്നെ വേണം. അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ റിട്ടയർ ആയി കഴിഞ്ഞാലും പാർട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ഇല്ലാത്ത പക്ഷം ഏതെങ്കിലും പാർട്ണർ മരിച്ചാലോ റിട്ടയർ ആയാലോ അവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് നടക്കും. ഇതൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ണർഷിപ്പ് ആൻഡ് കമ്പനി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണം. പാർട്ണർഷിപ്പ് LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? പാർട്ണർഷിപ്പ് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് പാർട്ണർഷിപ്പ് ആയി കഴിയുമ്പോൾ അവിടെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ളൊരു സ്റ്റാറ്റസും കൂടെ കിട്ടും. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള കുറച്ചുകൂടെ ഒന്ന് കംപ്ലയൻസസ് കൂടി കഴിയുമ്പോഴത്തെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ലിമിറ്റഡ് LLP സ്റ്റാറ്റസിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുകയാണ്. അപ്പം പാർട്ട്നേഴ്സിന് കുറച്ചുകൂടെ സേഫ് ആണ് അവര്. അത്രയും മറ്റേ പാർട്ണർഷിപ്പിന്റെ അത്രയും വൾണറബിൾ അല്ല. എപ്പോഴും ഭയങ്കര എന്താ പറയാ പേഴ്സണൽ ലയബിലിറ്റി ഒക്കെ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് പാർട്ണർഷിപ്പിന്റെ അത്രയും വൾണറബിൾ അല്ല LLP വരും വന്നു കഴിയുമ്പോഴത്തേക്ക്. ഇപ്പൊ ഫസ്റ്റ് ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് LLP. പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല. LLP എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ഇനിയും ലയബിലിറ്റി ഓഫ് പാർട്ണേഴ്സ് ഈസ് അൺലിമിറ്റഡ്, ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് LLP ഈസ് ലിമിറ്റഡ് ആണല്ലോ. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ മിനിമം മാക്സിമം എന്ന് പറയുന്നത് 2ഉം 100ഉം ആണ്. പക്ഷെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫോർ എ LLP ഇസ് 2 ആൻഡ് നോ ലിമിറ്റ് ഫോർ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. അപ്പൊ ഇവിടെ മാക്സിമം 100 എന്ന ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ LLPയുടെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സിന് ലിമിറ്റ് ഇല്ല. Partnership is not a separate person and enter into contract on behalf of the partners. Separate legal entity അല്ലാന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് പേഴ്സൺ അല്ല. പാർട്ട്നേഴ്സിന്റെ പേരിൽ ബിഹാഫിന് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ LLP ഈസ് കാപ്പബിൾ ഇൻറ്റു അതായത് പാർട്ണർഷിപ്പ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് എൻ്റർ ചെയ്യാന്ന് തന്നെയാണ്. പക്ഷെ LLPയുടെ കേസിലോ LLP is capable of entering into contracts and holding property in its own name. LLP ഒരു കോൺട്രാക്ട് LLPയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LLP വാങ്ങിച്ച പ്രോപ്പർട്ടി. അപ്പൊ LLP ഓണർ എന്നുള്ള സ്റ്റാറ്റസിൽ LLPയുടെ പേരായിരിക്കും. പക്ഷെ പാർട്ണർഷിപ്പിലൊക്കെ എപ്പോഴും പാർട്ണേഴ്സ് തന്നെയാണ് പാർട്ണർഷിപ്പ്. അപ്പം പാർട്ണർഷിപ്പ് എന്തൊക്കെ ആ ഫേമിന്റെ പേരിൽ എന്തൊക്കെ ചെയ്താലും എല്ലാ പാർട്ണേഴ്സിൽ ആയിട്ടാണ്. LLPക്ക് പക്ഷെ അങ്ങനെ ഒരു സ്റ്റാറ്റസ് കമ്പനിയുടെ ഒരു പാർട്ണർഷിപ്പ് LLP കമ്പനി അതിന്റെ ഇടയിൽ പാർട്ണർഷിപ്പിന്റെ കമ്പനിയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സ്റ്റാറ്റസ് ആണ് LLPക്ക് ഉള്ളത്. LLP is capable of entering into contracts and holding property in his own name. പാർട്ണർഷിപ്പ് വന്നിട്ട് ലെസർ കംപ്ലൈൻസ് ആണ്. LLP കുറച്ചുകൂടെ ഒരു കമ്പനിയുടെ സ്വഭാവങ്ങളൊക്കെ കൂടുതൽ കിട്ടിയതുകൊണ്ട് മോർ കംപ്ലൈൻസ് ആണ്. LLP ആക്ട് അവിടെ LLP ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ട്. നമ്മൾ അടുത്ത ദിവസം നോക്കും. Firm can be dissolved on the event of death of partner, retirement of partner, unless otherwise agreed into the agreement. LLP can be dissolved only by complying with the provisions of LLP. അപ്പൊ നമ്മൾ പറഞ്ഞത് കമ്പനി ആണെങ്കിൽ അവിടെ വൈൻഡിങ് അപ്പ് എന്നൊരു പ്രോസസ് ഒക്കെ ഉണ്ട്. LLPക്ക് അതുപോലെ LLPയുടെ വൈൻഡിങ് അപ്പിന് വേണ്ടി വേറൊരു റൂൾസ് ഒക്കെ പറയുന്നുണ്ട്. LLP ആക്ടിൽ കുറച്ച് റൂൾസ് പറയുന്നുണ്ട്. മറ്റേ കമ്പനീസ് ആക്ടിലാണെങ്കിൽ ഇവിടെ LLP ആക്ടിൽ എന്താ LLP വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ റൂൾസിലകത്ത് പറയുന്നുണ്ട്. അതനുസരിച്ചായിരിക്കും LLPയുടെ ഡിസൊല്യൂഷൻ. അല്ലെങ്കിൽ അവിടെയും പാർട്ണേഴ്സ് മരിച്ചു പോയെന്ന് പറഞ്ഞ് LLP ഒന്നും ഡിസോൾവ് ആവത്തില്ല. എന്താണ് ആ റൂൾസ് പറഞ്ഞേക്കുക അത് ഫോളോ ചെയ്തായിരിക്കും പോകും. പക്ഷെ പാർട്ണർഷിപ്പിൽ ഡെത്ത് ഓഫ് ദ പാർട്ണറോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഓഫ് പാർട്ണറോ നടന്നു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് ഡിസോൾവ് ആവും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോക്കി വെക്കണം. പിന്നെ പാർട്ണർഷിപ്പും HUFും തമ്മിൽ അതും ഒന്ന് വായിച്ചു വെച്ചേക്കണം. പാർട്ണർഷിപ്പ് അറ്റ് ബിൽ നമ്മൾ നേരത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പിൽ നോക്കിയായിരുന്നു. വേർ നോ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ബൈ കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ണേഴ്സ് ഫോർ ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ്. എത്ര നാളത്തേക്കാണ് ഈ പാർട്ണർഷിപ്പ് എന്ന് ആദ്യമേ ഒന്നും ഒരു എഗ്രിമെന്റ് ഇല്ല. അപ്പൊ പാർട്ണർഷിപ്പ് കുഡ് ബി ഡിസോൾവ് ബൈ എനി പാർട്ണർ ഗിവിംഗ് നോട്ടീസ് ആൻഡ് റൈറ്റിംഗ് ടു അതർ പാർട്ണേഴ്സ് ഓഫ് ഹിസ് ഇന്റൻഷൻ ടു ഡിസോൾവ് ദ ഫേം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാർട്ണറിന് തോന്നുകയാണ് ഞാൻ ഇനി മുതൽ പാർട്ണർഷിപ്പിൽ ഇല്ല, ഞാൻ റിട്ടയർ ആവുകയാണ് അല്ലെങ്കിൽ
അങ്ങനെ. അപ്പം അത് പറഞ്ഞായിരുന്നല്ലോ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ റിട്ടയർ ആയാലും ഒരാൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവിടെ എന്താണെന്നുള്ളത് പിന്നീട് തീരുമാനിക്കണം. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ പാർട്ണർഷിപ്പ് അറ്റ് വില്ലിൽ എങ്ങനെ ഒരു പാർട്ണറിനെങ്കിലും മാറണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോട്ടീസ് കൊടുക്കാൻ പറ്റും. ബാക്കി എല്ലാ പാർട്ണേഴ്സിനും നോട്ടീസ് കൊടുക്കണം. എന്ത് പറഞ്ഞോണ്ട്? ഓഫ് മേക്കിംഗ് നോൺ ദ അതർ പാർട്ണേഴ്സ് ഹിസ് ഇന്റൻഷൻ ടു ഡിസോൾവ് ദ ഫേം. ഒരു പാർട്ണറിന് തോന്നുകയാണ് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, ആ റിലേഷൻഷിപ്പ് ഒന്നും നന്നായിട്ടല്ല പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പാർട്ണേഴ്സിനെ ഇന്റിമേറ്റ് ചെയ്യണം ബൈ ഗിവിംഗ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ്. പാർട്ണർഷിപ്പ് അറ്റ് വിൽ എങ്ങനെയാണ് ഡിസോൾവ് ആവാൻ പറ്റുന്നത്? ഒരു പാർട്ണറിന് വേണമെങ്കിൽ ഡിസോൾവ് ആക്കാം ബൈ ഗിവിംഗ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു അതർ പാർട്ണേഴ്സ് ഓഫ് ഹിസ് ഇന്റൻഷൻ ടു ഡിസോൾവ് ദ ഫേം. ഒരാൾക്കെങ്കിലും അവിടെ ഒരു എതിരഭിപ്രായം ഉണ്ട്, അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഡിസോൾവ് ആക്കാൻ പറ്റും. ഇതൊക്കെയാണ് പാർട്ണർഷിപ്പ് അറ്റ് വില്ലിനകത്തെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ് മെൻഷൻഡ് അല്ല ആദ്യമേ. അപ്പൊ ഒരു ഡ്യൂറേഷനെ പറ്റി സ്പെസിഫിക് ആയിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ. അല്ലാത്ത പക്ഷേ ദാറ്റ്സ് എ പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് പറയും. പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്. പേഴ്സൺ മേ ബിക്കം എ പാർട്ണർ വിത്ത് അതർ പാർട്ണർ ഇൻ എ പർട്ടിക്കുലർ അഡ്വെഞ്ചർ ഓർ അണ്ടർടേക്കിംഗ്സ്. ഒരു പ്രത്യേക പ്രോജക്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു അണ്ടർടേക്കിംഗ് ബിസിനസ് ആ ഒരു മേഖലയിൽ മാത്രം, അല്ലെങ്കിൽ ആ മേഖല പിന്നെ കൂട്ടി പോവുകയാണെങ്കിൽ പാർട്ണർഷിപ്പ് അവിടെ എൻഡ് ചെയ്തു. അങ്ങനത്തെ അല്ലെങ്കിൽ അത് പാർട്ണർഷിപ്പ് പർപ്പസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ണർഷിപ്പ് ഇല്ല. അങ്ങനത്തെ പാർട്ണർഷിപ്പിനാണ് പറയുന്നത് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇനി റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ണേഴ്സ്. ആദ്യം ഡ്യൂട്ടീസ് ഓഫ് പാർട്ണേഴ്സ് എന്തൊക്കെയാണ്? ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ഫേം ടു ഗ്രേറ്റസ്റ്റ് കോമൺ അഡ്വാൻറ്റേജ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പ്രവർത്തിക്കണം അല്ലെ. ആ ബിസിനസ് ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും പരസ്പരം ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കണം അവരുടെ ബിസിനസ് എന്ന് വെച്ചാൽ അവരുടെ ഓരോ പ്രവൃത്തി അതുപോലെ തന്നെ ആയിരിക്കണം. അല്ലാതെ നഷ്ടത്തിലേക്ക് ആയിരിക്കരുത് കൊണ്ടു നടക്കുന്നത് ഒരാൾ മറ്റൊരാളുടെ. ഇപ്പം എല്ലാ പാർട്ട്നേഴ്സിനും എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അതനുസരിച്ചായിരിക്കും. അല്ലാതെ പക്ഷെ അവർ ഈക്വലി ആയിരിക്കും പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും എഫേർട്ടും ആ ഫേമിന് വേണ്ടിയിട്ടും ബാക്കി പാർട്ട്നേഴ്സിനും ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അവര്. അതാണ് അവരുടെ എത്തിക്സ്. അങ്ങനെ വേണം അവര് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ടു ബി ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അതർ, ടു റെൻഡർ ട്രൂ അക്കൗണ്ട്സ് ആൻഡ് ഫുൾ ഇൻഫർമേഷൻ ഓഫ് ഓൾ തിങ്സ്. അങ്ങനെ കൺസീൽ ഒന്നും ചെയ്യരുത്, എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം. ബാക്കി പാർട്ട്നേഴ്സുമായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാന്നുള്ളതും ഒരു ഡ്യൂട്ടിയാണ്. എവരി പാർട്ണർ ഷാൽ ഇൻഡെമ്നിഫൈ ദ ഫേം ഫോർ എനി ലോസ് കോസ്ഡ് ടു ഇറ്റ് ബൈ ഹിസ് ഫ്രോഡ് ഇൻ ദ കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ദ ഫേം. ഇനി എങ്ങാനും എന്തെങ്കിലും ഒരു പാർട്ണർ മണ്ടത്തരം കാണിച്ചോ ഫ്രോഡ് കാണിച്ചോ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിനെ അത് ഒരുപോലെ അഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഫേമിനെ അല്ലെങ്കിൽ ബാക്കി പാർട്ട്നേഴ്സിനെ ഈ ലോസ് വരുത്തിയ പാർട്ട്ണർ ഇൻഡെമ്നിഫൈ ചെയ്യേണ്ടി വരും. നമ്മൾ ആദ്യം ഇൻഡെമ്നിഫിക്കേഷൻ ഒക്കെ എന്താണോ ആ ലോസ് വന്നത് അതിനെ തിരിച്ചു തന്നോളാം എന്നുള്ളൊരു കോൺട്രാക്ട് ആണല്ലോ ഇൻഡെമ്നിഫൈ ചെയ്യുക, ഇൻഡെമ്നിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം എത്രയാണ് നഷ്ടം വന്നത് അത് തിരിച്ച് കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ടു ക്യാരി ഓൺ ദി ബിസിനസ് ഓഫ് ദ ഫേം ടു ദ ഗ്രേറ്റസ്റ്റ് കോമൺ അഡ്വാൻറ്റേജ്, ടു ബി ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അതർ, ടു റെൻഡർ ട്രൂ അക്കൗണ്ട്സ് ആൻഡ് ഫുൾ ഇൻഫർമേഷൻ ഓഫ് അതർ തിങ്സ് അഫക്റ്റിംഗ് ദ ഫേം ടു എനി പാർട്ണർ. ഇനിയിപ്പോ എങ്ങാനും പാർട്ണറിനോട് പറയാൻ പറ്റിയില്ല, പാർട്ണറിനെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പാർട്ണറെ നമ്മൾ ഇന്റിമേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ പാർട്ണറിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ every partner shall indemnify the firm for any loss caused to it by his fraud in the conduct of the business of the firm. എങ്ങനെ നഷ്ടമില്ല നമ്മൾ കാരണം ഏതെങ്കിലും ഒരു പാർട്ണർ കാരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫേമിനെ ഇൻഡെമ്നിഫൈ ചെയ്യാന്നുള്ള ഒരു ഉത്തരവാദിത്വം ഓരോ പാർട്ട്നേഴ്സിനും ഉണ്ട്. ഇനി റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ പാർട്ണർ മേ ബി ഡിറ്റർമൈൻഡ് ബൈ കോൺട്രാക്ട് എന്റേർഡ് ഇൻടു ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ്. അപ്പൊ പാർട്ണർഷിപ്പ് മൊത്തത്തിലാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണോ പാർട്ണേഴ്സ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് റൈറ്റ്, എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, ഇതൊക്കെ ജനറൽ ഡ്യൂട്ടീസാ. ഇനി അല്ലാതെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഡ്യൂട്ടീസിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ, സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും റൈറ്റ് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം എഗ്രിമെന്റ് അല്ല. ഓരോ തവണ പാർട്ണർഷിപ്പ് ഡീഡിൽ എന്താ പറയുന്നതെന്ന് വേണം നമ്മൾ നോക്കാൻ. പാർട്ണർഷിപ്പ് ഡീഡിൽ എന്താണ് പറയുന്നത്, ആ എഗ്രിമെന്റിൽ എന്താണോ പറയുന്നത് അതനുസരിച്ചായിരിക്കും മ്യൂച്വൽ റൈറ്റ്സും ഡ്യൂട്ടീസും എല്ലാം. ഇനി agreements and restraint of trade. The contracts entered into between partners may provide that a partner shall not carry on any business other than that of the firm while he is a partner. അതായത് പാർട്ണർ ആയിട്ടിരിക്കുന്ന സമയത്ത്
വേറെ ഒരു ബിസിനസ്സിൽ എൻഗേജ് ചെയ്യത്തില്ല എന്ന് ചിലപ്പോൾ അവർ തമ്മിലൊരു എഗ്രിമെന്റ് കാണും. ഇനി a partner may make an agreement with his partners that on ceasing to be a partner, he will not carry a business similar to that of firm within the specific time period or within a specific local limit. Such an agreement are valid if the restrictions imposed are reasonable. ഇനി ചിലപ്പോൾ അങ്ങനെ ഈ കോൺട്രാക്ട് ഉണ്ടാവാം എന്നാ പറയുന്നത് അല്ലെ. ഇനി അവർ തമ്മിൽ അങ്ങനെ എഗ്രിമെന്റ് ഒന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. The contract entered into between partners may provide that partner shall not carry on any business other than that of the firm. പാർട്ണർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വേറൊരു ബിസിനസ്സിലും എൻഗേജ് ആവില്ല. എന്നാലല്ലേ നമ്മുടെ പാർട്ട്ണർഷിപ്പിന് വേണ്ടി നല്ലോണം പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ കൂടെ പോകേണ്ടി വരത്തില്ല. അപ്പൊ ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇനി ഇക്വിറ്റബിൾ ആണെന്നില്ല. എല്ലാവരും അതുപോലെ തന്നെ ഫേമിന് വേണ്ടി പ്രവർത്തിച്ചാൽ പാർട്ട്ണർഷിപ്പ് നന്നായിട്ട് പോകത്തുള്ളൂ. അല്ലാതെ വേറെ ഇതൊന്നും ബൈൻഡിങ് ഒന്നും വരുന്നില്ലല്ലോ ഇവര് തമ്മിൽ. അപ്പൊ ഇവരെല്ലാരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്താണോ എഗ്രിമെന്റ് അതനുസരിച്ച് പോയാൽ പാർട്ട്ണർഷിപ്പ്. കാരണം അല്ലാതെ ഇവർക്ക് വേറൊരു ഓഡിറ്റ് അല്ലെങ്കിൽ വേറെ ഒരു ബൈൻഡിങ്, വേറെ ഇവരെ നോക്കാൻ വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവര് കറക്റ്റ് ആയിട്ട് തന്നെ പോയാൽ ഇവരുടെ ഒരു പരസ്പരമുള്ള ധാരണ തന്നെ കറക്റ്റ് ആയിട്ട് പോയാലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാർട്ണർ ആയിരിക്കുന്ന സമയത്ത് വേറെ ബിസിനസ്സിലൊന്നും എൻഗേജ് ആവില്ല എന്ന് ചിലപ്പോൾ കോൺട്രാക്റ്റിൽ ഉണ്ടാവാം, അവർ തമ്മിലുള്ള എഗ്രിമെന്റിൽ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ വേറെ കോൺട്രാക്റ്റിൽ വേറെ ബിസിനസ്സിനൊന്നും പോകാൻ പാടില്ല. ഇനി പാർട്ണർ സീസായി, അതായത് പാർട്ണർ റിട്ടയർ ആവോ അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പിൽ നിന്ന് ആ പാർട്ണർ അങ്ങ് പോയി, ഹി വിൽ അങ്ങനത്തെ കേസിൽ എന്താ, ഹി വിൽ നോട്ട്, അവിടെ ചിലപ്പോൾ ഒരു എഗ്രിമെന്റ് അഗെയിൻ കാണും. എന്താണ്, ഹി വിൽ നോട്ട് ക്യാരി ഓൺ എ ബിസിനസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ ഫേം വിത്തിൻ ദ സ്പെസിഫിക് പീരിയഡ് ഓർ വിത്തിൻ ദ സ്പെസിഫിക് ലോക്കൽ ലിമിറ്റ്സ്. ഇനി കുറച്ച് നാളത്തേക്ക് ഞാൻ ഇതുപോലത്തെ ബിസിനസ് ചെയ്യില്ല. കാരണം ഈ പാർട്ണറിന് ഈ ബിസിനസ്സിനകത്ത് സീക്രട്ട് എല്ലാം അറിയാം അല്ലെ, എന്തൊക്കെ ചെയ്താൽ നഷ്ടം വരാതിരിക്കും, എങ്ങനെയൊക്കെയാണ് ബിസിനസ് റൺ ചെയ്യേണ്ടതെന്ന് എന്തായാലും അറിയാം. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇനി സിമിലർ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞു, ഇപ്പൊ ഇവിടുന്ന് പോകുന്ന പാർട്ണർ അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കോമ്പറ്റീഷനും ആവത്തില്ലേ, അപ്പൊ ബാക്കി പാർട്ണേഴ്സിനും അത് അഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പാർട്ണർഷിപ്പിൽ നിന്ന് സീസ് ആവുകയാണെങ്കിൽ ഹി വിൽ നോട്ട് ക്യാരി ഔട്ട് എ സിമിലർ ബിസിനസ് എന്ന ഒരു എഗ്രിമെന്റ് ഉണ്ടാവും അവർ തമ്മിൽ. വിത്തിൻ ദ സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് ഞാൻ ഇതുപോലത്തെ ബിസിനസ് കണ്ടക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ആ ലോക്കൽ ലിമിറ്റ്സ് ഇന്ന ഏരിയയിൽ ഞാൻ ഈ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യില്ല, സിമിലർ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യില്ല എന്ന് ഒരു എഗ്രിമെന്റ് ഉണ്ടാവാം. പക്ഷെ ഇതൊക്കെ റീസണബിൾ ആയിരിക്കണം, അല്ലാതെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് അല്ലാതെ ഒരുപാട് നാളത്തെ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക് ടൈം പീരീഡും ഉണ്ട്, സ്പെസിഫിക് ലോക്കൽ ലിമിറ്റ്സും ഉണ്ട്. അപ്പൊ അത് റീസണബിൾ ആണെങ്കിൽ ഓക്കെയാണ്. അപ്പൊ അതാണ് എഗ്രിമെന്റ്സ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് ട്രേഡ്. എന്തൊക്കെയായിരുന്നു, പാർട്ണർ ആയിട്ടിരിക്കെ വേറെ ബിസിനസ്സിൽ എൻഗേജ് ആവില്ല. ഇനി പാർട്ണർ അല്ല, അപ്പൊ അവിടുന്ന് റിട്ടയർ ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ സിമിലർ ബിസിനസ് വിത്തിൻ ദ സ്പെസിഫിക് ടൈം പീരീഡ് അല്ലെങ്കിൽ വിത്തിൻ ദ സ്പെസിഫിക് ലോക്കൽ ലിമിറ്റ്സിൽ ക്യാരി ഓൺ ചെയ്യില്ല എന്നും എഗ്രിമെന്റ് ഉണ്ടാവാം. അതൊക്കെയാണ് എഗ്രിമെന്റ് ഇൻ റീസ്ട്രെയിന്റ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഇനി കണ്ടക്ട് ഓഫ് ബിസിനസ് സബ്ജക്ട് ടു കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ണേഴ്സ്. എല്ലാം കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ണേഴ്സ്, അതായത് അവരുടെ എഗ്രിമെന്റിൽ എന്താണോ പറഞ്ഞേക്കുന്നത് അത് വെച്ചിട്ട് എല്ലാം പോകുന്നത്. അപ്പൊ എഗ്രിമെന്റിൽ ഇതുപോലൊന്നും അല്ല പറഞ്ഞേക്കുന്നെങ്കിൽ എങ്ങനെയാണോ എഗ്രിമെന്റ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ സബ്ജക്ട് ടു കോൺട്രാക്ട്, അതാണ് സബ്ജക്ട് ടു എന്ന് പറഞ്ഞേക്കുന്നത്. എന്താണോ എഗ്രിമെന്റ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ട്, എഗ്രിമെന്റിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ. അല്ലാത്ത പക്ഷം എവരി പാർട്ണർ ഹാസ് ദ റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ ദ കണ്ടക്ട് ഓഫ് ബിസിനസ്. അല്ലാത്ത പക്ഷം എഗ്രിമെന്റ് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിനും ആ കണ്ടക്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബിസിനസ്സിൽ എൻഗേജ് ചെയ്യാനുള്ള അതിന് ഡിസിഷൻസ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഒരു പാർട്ണർ ഈസ് ബൗണ്ട് ടു അറ്റൻഡ് ഡെലിജന്റ്ലി ടു ഹിസ് ഡ്യൂട്ടീസ് ഇൻ ദ കണ്ടക്ട് ഓഫ് ബിസിനസ്. എല്ലാ ഡ്യൂട്ടീസിനും അലേർട്ട് ആയിരിക്കണം. എല്ലാ ഡ്യൂട്ടീസും, ആ ഫേമിനോടുള്ള ഡ്യൂട്ടീസും മ്യൂച്വലി ഉള്ള ഡ്യൂട്ടീസും എല്ലാം എല്ലാ പാർട്ട്ണറും ഫോളോ ചെയ്യണം. Any difference arising as to ordinary matters connected with the business may be decided by majority of partners. അപ്പൊ എല്ലാവരും എപ്പോഴും ഒരേ മനസ്സുള്ളവരായിരിക്കത്തില്ലല്ലോ, അപ്പൊ വേറെ അഭിപ്രായങ്ങൾ ഉള്ളവർ കാണും. അപ്പൊ അങ്ങനത്തെ കേസുകൾ എന്താ ചെയ്യേണ്ടത്, മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് എന്താണോ പറയുന്നത് അതുപോലെ വേണം മാറ്റേഴ്സ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Every partner has a right to access to inspect and copy any books of accounts of the firm, and in the event of death of a partner, his legal heirs and legal representatives or the authorized agent shall have the right to access and inspect, copy the books of the firm. അപ്പൊ നമ്മുടെ പാർട്ണർഷിപ്പിന്റെ ബുക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പെൻസും ഇൻകം ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതും എല്ലാം എപ്പോഴും ഇൻസ്പെക്ട് ചെയ്യാനും കോപ്പി ഇനി അതിന്റെ കോപ്പീസ് എന്തെങ്കിലും എടുത്ത് വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ഓരോ പാർട്ട്നേഴ്സിന്.
ഇനി മരിച്ചുപോയ പാർട്ണർ ആണെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിനും ഇൻസ്പെക്ട് ചെയ്യാനും കോപ്പി എടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കണ്ടക്ട് ഓഫ് ബിസിനസ് വരുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം every partner has right to take part in the conduct of business. Every partner is bound to attend diligently to his duties. എല്ലാ ഡ്യൂട്ടീസും ഫോളോ ചെയ്യണം. ഇനി any difference arising as to ordinary matters connected with the business shall be decided by majority of partners. എങ്ങനെയാണ് മജോറിറ്റിയുടെ അഭിപ്രായം എന്താണോ അതനുസരിച്ച് വേണം ഫോളോ അത് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. Every partner has the right to access, inspect and copy the books of firm. In the event of death of partner, his legal heir അല്ലെങ്കിൽ legal representative has the right to access, inspect and copy the books of firm. ഇനിയും മ്യൂച്വൽ റൈറ്റ്സ് എന്താ, ലയബിലിറ്റീസ് എന്തൊക്കെയാണ്? സബ്ജക്ട് ടു ഇവിടെ പറയുന്നുണ്ട്, സബ്ജക്ട് ടു കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. എന്താണോ എഗ്രിമെന്റ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ. അല്ലെങ്കിൽ എങ്ങനെയാണ്, ഇനി എഗ്രിമെന്റ് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എ പാർട്ണർ ഇസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് റെമ്യൂണറേഷൻ ഫോർ ടേക്കിംഗ് പാർട്ട് ഇൻ ദ കണ്ടക്ട് ഓഫ് ബിസിനസ്. അല്ലാത്ത പക്ഷം ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. ഇനി പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ട് ഇത്രയായിരിക്കും സാലറി, ഇത്രയായിരിക്കും റെമ്യൂണറേഷൻ, അങ്ങനെയാണെങ്കിൽ അതും കിട്ടും. അല്ലെങ്കിൽ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ പാർട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫിക് ആയിട്ട് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ a partner is not entitled to receive remuneration for taking part in the business of firm. The partners are entitled to share equally in the profits earned and shall contribute equally in the losses. അപ്പം പാർട്ണർഷിപ്പ് എഗ്രിമെന്റിൽ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലി പ്രോഫിറ്റ് ഷെയർ ചെയ്യണം. ലോസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈക്വലി അത് സസ്റ്റെയിൻ ചെയ്യണം, ഈക്വലി അത് ബിയർ ചെയ്യാൻ വേണം. അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എഗ്രിമെന്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ. അല്ലാത്ത പക്ഷം എല്ലാം ഈക്വലി. Where a partner is entitled to interest on capital subscribed by him, such interest shall be payable only out of profit. ഇനി പാർട്ണർഷിപ്പ് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട്, ഓരോ പാർട്ണേഴ്സും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ആ ഫേം ഓരോ പാർട്ണേഴ്സിനും കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇൻട്രസ്റ്റ് പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലോസ് ഒക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ such interest shall be payable only out of profit. If a partner is entitled to interest on capital contributed by him, such interest shall be paid only out of profit. ഇനി a partner making for the purpose of business any payment or advance beyond the amount of capital. ഇനി പാർട്ണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പുറമെ ലോൺ എന്തെങ്കിലും കമ്പനിക്ക്, അല്ലല്ലോ നമ്മുടെ പാർട്ണർഷിപ്പിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാർട്ണർ ലോൺ ഫ്രം പാർട്ണർ, പാർട്ണർഷിപ്പിന് ഈ പാർട്ണർ എന്തെങ്കിലും ലോൺ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ he has agreed to subscribe, then he is entitled to an interest at the rate of 6% per annum. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ലോൺ എന്തെങ്കിലും ഫേമിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും കിട്ടും ഇൻട്രസ്റ്റ്. അത് എത്രയായിരിക്കും, 6% per annum ആയിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എഗ്രിമെന്റിൽ എത്രയാണോ റേറ്റ് പറഞ്ഞിട്ടുള്ള അത്രയായിരിക്കും കിട്ടുന്നത്. അപ്പം ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ഉണ്ട്, ലോണിനും ഇൻട്രസ്റ്റ് ഉണ്ട്. ലോണിന് സ്പെസിഫിക് ആയിട്ട് ഒരു റേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ എഗ്രിമെന്റിൽ, പറഞ്ഞിട്ടില്ലെങ്കിൽ 6% per annum ആയിരിക്കും കിട്ടുന്നത്. The firm shall indemnify a partner in respect of payments made and liabilities incurred by him in the ordinary and proper conduct of business. ഇനി നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ഏതെങ്കിലും ഒരു പാർട്ണർ ഫ്രോഡ് ചെയ്താലോ എന്തെങ്കിലും ആളുടെ അബദ്ധം കൊണ്ട് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ പാർട്ണർ ഫേമിനെ ഇൻഡെംനിഫൈ ചെയ്യണം. അതുപോലെ തന്നെ firm shall indemnify any partner in respect of payments made, liabilities incurred by him in the ordinary and proper conduct of business, and in case of an emergency for the purpose of protecting the firm from loss, as would be done by a man of ordinary prudence in his own case under similar circumstances. ഇന്നലെ ഏജൻസിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഏജൻസിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു, എന്തെങ്കിലും എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ പാർട്ണേഴ്സ് എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏജൻസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ അപ്രൂവൽ അല്ലെങ്കിൽ മ്യൂച്വൽ അതിന് ഡയറക്ഷൻ ഉണ്ടോ എന്ന് നോക്കാതെ അന്നേരം തന്നെ നമ്മൾ ആക്ട് ചെയ്യണം. ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊട്ടക്ടിങ് ദ ഫേം ഫ്രം ലോസ്. നമ്മൾ പ്രിൻസിപ്പലിന് എന്തെങ്കിലും ലോസ് വരാതെ നോക്കാനുള്ള ബാധ്യത ഏജന്റിനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഫേമിന് എന്തെങ്കിലും പ്രശ്നം വരാതെ, എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടെങ്കിൽ നഷ്ടമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്
ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പൊ എങ്ങനത്തെ ഡിസിഷൻ എടുക്കേണ്ട? ആസ് വുഡ് ബി ടേക്കൺ ബൈ എ പേഴ്സൺ ഓഫ് ഓർഡിനറി പ്രുഡൻസ് ഇൻ ഹിസ് ഓൺ കേസ് അണ്ടർ സിമിലർ സർക്കംസ്റ്റാൻസസ്. സ്വന്തം കാര്യത്തിൽ എന്തായിരിക്കും നമ്മൾ അന്നേരം എടുക്കുന്ന ഡിസിഷൻ, അതുപോലെ തന്നെ ഫേമിനെ ബാധിക്കുന്ന കാര്യങ്ങളിലും എമർജൻസി സിറ്റുവേഷൻ നമ്മൾ ആക്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നഷ്ടം ഈ പാർട്ട്ണറിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓർഡിനറി ആൻഡ് പ്രോപ്പർ കണ്ടക്ട് ഓഫ് ബിസിനസ്സിൽ തന്നെ എന്തെങ്കിലും എക്സ്പെൻസ് ഇപ്പം ട്രാവലൊക്കെ അതൊരു എക്സ്പെൻസ് ആണല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് അല്ലെങ്കിൽ ലയബിലിറ്റി പാർട്ട്ണറിന്റെ കയ്യിൽ നിന്ന് മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഫേം പാർട്ട്ണറെ ഇൻഡെംനിഫൈ ചെയ്യും. എത്രയാണോ ആ നഷ്ടം വന്നത്, എത്രയാണോ എക്സ്പെൻസ്, എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫേമിന്ന് പാർട്ട്ണറിന് കിട്ടും. അതാണ് എ ഫേം ഷാൽ ഇൻഡെംനിഫൈ എ പാർട്ട്ണർ ഇൻ റെസ്പെക്ട് ഓഫ് പേയ്മെന്റ്സ് മെയ്ഡ്. എന്തെങ്കിലും എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യേണ്ടി വന്നാൽ, ഇപ്പൊ ഹോട്ടലിൽ താമസിക്കുന്നതാവാം, ചിലപ്പോൾ പെട്രോളിന്റെ എക്സ്പെൻസ് ആവാം, അങ്ങനെ എന്തായാലും ലയബിലിറ്റീസ് ഇൻകർഡ് ബൈ ഹിം ഇൻ ദ ഓർഡിനറി ആൻഡ് പ്രോപ്പർ കണ്ടക്ട് ഓഫ് ബിസിനസ്. എന്തിനു വേണ്ടിയായിരിക്കും? സ്വന്തം പേഴ്സണൽ ആവശ്യത്തിന് പോയതായിരിക്കാൻ പാടില്ല, ആ ഫേമിന്റെ ആവശ്യത്തിന് വേണ്ടി, ആ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി തന്ന എല്ലാ എക്സ്പെൻസും ഫേം പാർട്ട്ണറിന് കൊടുക്കും. ഇൻ ഡൂയിങ് സച്ച് ആക്ട് ഇൻ ആൻ എമർജൻസി ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊട്ടക്ടിംഗ് ദ ഫേം ഫ്രം ലോസസ് ആസ് വുഡ് ബി ഡൺ ബൈ എ പേഴ്സൺ ഓഫ് ഓർഡിനറി പ്രുഡൻസ് ഇൻ ഹിസ് ഓൺ കേസ് അണ്ടർ സിമിലർ സർക്കംസ്റ്റാൻസസ്. Partner shall indemnify the firm or any loss caused to it by his willful neglect in the conduct of business. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ജനറൽ ഡ്യൂട്ടീസിനകത്തും വരുന്നതാണ്. ഫ്രോഡ് അല്ലെങ്കിൽ വിൽഫുൾ നെഗ്ലെക്ട് അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട്, പാർട്ട്ണറിന്റെ പ്രശ്നം കൊണ്ട് ഫേമിന് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ, കാരണം ആ നഷ്ടം എല്ലാവരെയും ബാധിക്കുന്നതല്ലേ, ബാക്കി എല്ലാ പാർട്ട്നേഴ്സിനും ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പാർട്ട്ണർ, ഈ നഷ്ടം വരുത്തി വെച്ച പാർട്ട്ണർ ഫേമിനെ ഇൻഡെംനിഫൈ ചെയ്യണം. അതുപോലെ തന്നെ തിരിച്ച് ഇൻഡെംനിഫൈഡ് ആവാനുള്ള റൈറ്റും പാർട്ട്നേഴ്സിനുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഫേമിന്റെ, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ പ്രോഫിറ്റ്. The partner derives any profit for himself from any transaction of the firm or use of property of firm or business connection of the firm or firm, he shall account that profit and pay to the firm. അതായത് കണ്ടക്ട് ഓഫ് ബിസിനസ് ഒക്കെ നടക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ തന്നെ പാർട്ട്ണറിന് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് പ്രോഫിറ്റ്, ചിലപ്പോൾ എന്തെങ്കിലും സെയിലൊക്കെ നടന്നു, ഇപ്പം പുള്ളിക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും എമൗണ്ടും കൂടെ കിട്ടിയിട്ടുണ്ട്, ആ ക്ലയന്റ് പുള്ളിക്ക് മാത്രമായിട്ടാണ് കൊടുത്തതെങ്കിൽ ഫ്രം എനി ട്രാൻസാക്ഷൻ ഓഫ് ഫേം ആയിരിക്കും, അല്ലെങ്കിൽ യൂസ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് ഫേം, ചിലപ്പോൾ ഫേമിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത്, എല്ലാ പാർട്ട്നേഴ്സിനും റൈറ്റ് ഉള്ള പ്രോപ്പർട്ടി എന്തെങ്കിലും എക്യുപ്മെന്റ് വെച്ചിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ ഫേമിന്റെ വെഹിക്കിൾ വെച്ചിട്ടാണെങ്കിലോ, അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു പാർട്ട്ണറിന് മാത്രമായിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബിസിനസ് കണക്ഷൻ ഓഫ് ഫേം വെച്ചിട്ടോ, അല്ലെങ്കിൽ ആ ഫേമിന്റെ ബിസിനസ് കണക്ഷൻ വെച്ചിട്ടാണ് ഈ പാർട്ണറിന് ലാഭം ഉണ്ടായത്, അല്ലെങ്കിൽ ഫേമിന്റെ നെയിം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ പാർട്ണറിന് ലാഭം ഉണ്ടായത്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ട് ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹി ഷാൽ അക്കൗണ്ട് ഫോർ ദാറ്റ് പ്രോഫിറ്റ് ആൻഡ് പേ ഇറ്റ് ടു ദ ഫേം. അത് സ്വന്തമായിട്ട് വെച്ചേക്കാൻ ഉള്ള റൈറ്റ് ഇല്ല, അത് ഫേമിനെ അറിയിക്കുക, അതുപോലെ തന്നെ ഫേമിന് അത് കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട്. കാരണം ആ ഫേമുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് കാരണമാണ് ഹി ഗോട്ട് ദാറ്റ് പ്രോഫിറ്റ്, അല്ലാതെ പുള്ളിയുടെ ഇൻഹെറിറ്റൻസ് വഴിയോ അല്ലാതെ ഫാമിലിയിൽ ഇതുകൊണ്ടോ കിട്ടിയതല്ല. ഫേമിന്റെ ഒരു ലേബൽ ഉള്ളത് കൊണ്ട് തന്നെ, ഫേമിന്റെ ബിസിനസ് കണക്ഷൻ ഉള്ളതുകൊണ്ടോ, ഫേമിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തത് കൊണ്ടോ, എങ്ങനെ ഫേമുമായിട്ട് ആണ് ആ ആൾക്ക് പ്രോഫിറ്റ് ഉണ്ടായത്, ഒരു പേഴ്സണൽ പ്രോഫിറ്റ് അവിടെ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹി ഷാൽ അക്കൗണ്ട് ഫോർ ദാറ്റ് പ്രോഫിറ്റ് ആൻഡ് പേ ഇറ്റ് ടു ദ, എന്നാ പിന്നെ എനിക്ക് കിട്ടിയതല്ല ഞാൻ വെച്ചേക്കാം, എന്റെ മെടുക്കൊണ്ടല്ലേ എന്ന് വിചാരിക്കാൻ പറ്റില്ല. ഹി ഷാൽ അക്കൗണ്ട് ഫോർ ദാറ്റ് പ്രോഫിറ്റ് ആൻഡ് പേ ഇറ്റ് ടു ദ ഫേം. അപ്പൊ അതാണ് പേഴ്സണൽ പ്രോഫിറ്റിന്റെ. ഇനി പാർട്ണർ ടു ബി ആൻ ഏജന്റ് ഓഫ് എ, പാർട്ണർ ഇസ് ആൻ ഏജന്റ് ഓഫ് ഫേം നമ്മൾ പറഞ്ഞായിരുന്നു, ആദ്യമേ തമ്മിൽ മ്യൂച്വൽ ഏജൻസി ഒക്കെയാണ്. ഇനി അതോറിറ്റി ഇൻ എമർജൻസി, മ്യൂച്വൽ ഏജൻസ് ആയതുകൊണ്ട് തന്നെ ഹി ഹാസ് അതോറിറ്റി ടു ഡു ഓൾ സച്ച് ആക്ട്സ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊട്ടക്ടിംഗ് ദ ഫേം ഫ്രം ലോസ് ആസ് വുഡ് ബി ഡൺ ബൈ എ പേഴ്സൺ ഓഫ് ഓർഡിനറി പ്രുഡൻസ് ഇൻ ഹിസ് ഓൺ കേസ് അണ്ടർ സിമിലർ സർക്കംസ്റ്റാൻസസ്. ഈ ലൈൻ അതുപോലെ തന്നെ നമ്മൾ കുറെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. മാൻ ഓഫ് ഓർഡിനറി പ്രുഡൻസ് ഇൻ ഹിസ് ഓൺ കേസ് അണ്ടർ സിമിലർ സർക്കംസ്റ്റാൻസസിൽ എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ചെയ്യണം, കാരണം നമ്മുടെ പാർട്ണർ ഒരു ഏജന്റ് ആണ്. ഇനിയും ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ, ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല, എന്നാലും ഇനി മൈനർ ആസ് പാർട്ണർ എന്തൊക്കെയാണ് റൈറ്റ്സും ലയബിലിറ്റിയും ഉള്ളത്, അതൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് എടുക്കാറ്, ഒരു 7-8 minutes ബ്രേക്ക്. ഓക്കെ.
ഓക്കെ, നോക്കാം. മൈനർ ആസ് പാർട്ട്നേഴ്സ്. മൈനർ പാർട്ണർ ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും മൈനറിന്റെ റൈറ്റ്, അത് എന്തൊക്കെ എന്തൊക്കെയായിരിക്കും മൈനറിന്റെ ലയബിലിറ്റി? ഇപ്പൊ ഇന്ത്യൻ പാർട്ണർഷിപ്പ് പ്രൊവൈഡ്സ് ദാറ്റ് though a minor cannot be പാർട്ണർ ഇൻ ഫേം. കാരണം എന്താ, മൈനറിന് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല, കോമ്പീറ്റന്റ് അല്ല, അതുകൊണ്ട് തന്നെ മൈനറിന് എഗ്രിമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ പാർട്ണർ ആവാനും പറ്റില്ല. പക്ഷേ വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ അതർ പാർട്ണേഴ്സ് ഫോർ ദ ടൈം ബീയിങ് ഹി മേ ബി അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ബൈ ആൻ എഗ്രിമെന്റ് എക്സിക്യൂട്ടഡ് ത്രൂ ഹിസ് ഗാർഡിയൻ. അപ്പം മൈനറിന് വേണ്ടി ആരായിരിക്കും എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുക? മൈനറിന്റെ ഗാർഡിയൻ വിത്ത് ദ അതർ പാർട്ട്നേഴ്സും മൈനറിന്റെ ഗാർഡിയനും കൂടെ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പ്. ബെനിഫിറ്റ് അതായത് പ്രോഫിറ്റ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷെ ലയബിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട് മൈനറിന് പാർട്ണർ ആവാൻ ഇന്നെലിജിബിൾ ആണ്, കോമ്പീറ്റന്റ് അല്ല, അതുകൊണ്ട് മൈനറിന് എഗ്രിമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ മൈനറിനെ പാർട്ണർ ആക്കാൻ പറ്റില്ല. പക്ഷെ ബാക്കി പാർട്ണേഴ്സിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ മൈനറിന്റെ ഗാർഡിയനും ബാക്കി പാർട്ട്നേഴ്സും കൂടെ ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? മൈനറിന് ബെനിഫിറ്റ്സ് ഓഫ് ദ പാർട്ണർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. മൈനർ ക്യാൻ ബി എൻറ്റൈറ്റിൽഡ് ടു ബെനിഫിറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ബട്ട് കാനോട്ട് ബി മെയ്ഡ് എ പാർട്ണർ ബിക്കോസ് ഹി കാനോട്ട് എൻ്റർ ഇൻടു പാർട്ണർഷിപ്പ് കോൺട്രാക്ട് ഓർ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്. ഇനി അങ്ങനെ മൈനറിനെ ഒരു പാർട്ണർ ആക്കിയാൽ അല്ലെങ്കിൽ മൈനറിനെ ബെനിഫിറ്റ്സ് ഓഫ് ദ ഫേം കൊടുക്കുന്നുണ്ടെങ്കിൽ മൈനർ ഇൻ പാർട്ണർഷിപ്പ് ഹാസ് എ റൈറ്റ് ടു സച്ച് ഷെയർ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം ആസ് മേ ബി എഗ്രീഡ് അപ്പോൺ. ഹി ഈസ് ഹാവിംഗ് പവർ ടു ആക്സസ് ആൻഡ് ഇൻസ്പെക്ട് കോപ്പി. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ കുറെ റൈറ്റ്സ് ഓഫ് പാർട്ണേഴ്സ് പറഞ്ഞിരുന്നല്ലോ. അതായത് ഷെയർ ഓഫ് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് പാർട്ണർഷിപ്പിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൈനറിന്റെ കൂടെ പ്രോപ്പർട്ടി ആവും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓഫ് ദ ഫേമിന്റെ ഒരു റൈറ്റ് ഉണ്ട്, പവർ ടു ആക്സസ് ദ ബുക്സ് ആൻഡ് ഇൻസ്പെക്ട് ദ ബുക്സ്, ആ റൈറ്റ് മൈനറിന് കിട്ടും. ഇനി മൈനറിന്റെ ലയബിലിറ്റി വന്നിട്ടോ, ഷെയർ ഓഫ് മൈനർ ഇൻ ദ പാർട്ണർഷിപ്പ് ഫേം ഈസ് ലയബിൾ ഫോർ ദ ആക്ട്സ് ഓഫ് ഫേം ബട്ട് ഹി ഈസ് നോട്ട് പേഴ്സണലി ലയബിൾ ഫോർ എനി ആക്ട്. അപ്പൊ മൈനറിന്റെ എത്രയാണോ ഷെയർ, ആ ഷെയർ ഇപ്പൊ എന്തെങ്കിലും ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഷെയർ എത്രയാണോ അത്രയത്തിൽ ലിമിറ്റഡ് ആണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജനറൽ പാർട്ണർഷിപ്പിന്റെ കാര്യം പറഞ്ഞിരുന്നു, പാർട്ണർ പേഴ്സണലി ലയബിൾ ആവും, പേഴ്സണൽ അസറ്റ്സിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും അങ്ങനെ. പക്ഷെ മൈനറിന്റെ കേസിൽ അങ്ങനെ വരില്ല, മൈനർ പേഴ്സണലി ലയബിൾ ആവുന്നില്ല. പക്ഷെ മൈനറിന്റെ ഷെയർ എത്രയാണോ, ആ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഷെയർ എത്രയാണെന്ന് പറയുകയാണെങ്കിൽ അത്രയും ഷെയർ ഫേമിന്റെ ഡെറ്റിന് ലയബിൾ ആവും, അല്ലെങ്കിൽ ലയബിൾ ഫോർ ദ ആക്ട്സ് ഓഫ് ദ ഫേം. പക്ഷെ പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മൈനറിൽ പേഴ്സണൽ ലയബിലിറ്റി ഇല്ല. അപ്പം മൈനർ ഹാസ് റൈറ്റ് ടു ഷെയർ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം, പവർ ടു ആക്സസ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്, ഇൻസ്പെക്ട് ആൻഡ് ഗെറ്റ് എ കോപ്പി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്, ആൻഡ് ഷെയർ ഓഫ് മൈനർ ഇൻ എ പാർട്ണർഷിപ്പ് ഫേം ഈസ് ലയബിൾ ഫോർ ദ ആക്ട്സ് ഓഫ് ഫേം ബട്ട് മൈനർ ഈസ് നോട്ട് പേഴ്സണലി ലയബിൾ ഫോർ എനി ആക്ട്സ് ഓഫ് ദ ഫേം. പേഴ്സണൽ ലയബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം ഓർത്തേക്കാം മൈനർ പാർട്ണർ ആയി കഴിഞ്ഞാൽ. ഇനി എലക്ഷൻ ഓൺ മജോറിറ്റി. ഇപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മൈനർ മേജറായി മജോറിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ഓൺ ഒബ്റ്റെയിനിങ് ഹിസ് നോളജ് ദാറ്റ് ഹി ഹാഡ് ബീൻ അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പ്. ഇത്രയും നമ്മൾ മൈനർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഗാർഡിയന്റെ പേരിലാണല്ലോ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഒക്കെ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മൈനർ അറിഞ്ഞിട്ടുണ്ടാകത്തില്ല പാർട്ണർ ആണെന്നോ അല്ലെങ്കിൽ എൻറ്റൈറ്റിൽഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഒക്കെ ആയിരുന്നു എന്ന് അറിയത്തില്ല. അപ്പൊ ഓൺ ഒബ്റ്റെയിനിങ് നോളജ് ദാറ്റ് ഹി ഹാഡ് ബീൻ അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് വിച്ചെവർ, ഒന്നേ മജോറിറ്റി അറ്റൈൻ ചെയ്തു അല്ലെങ്കിൽ and obtaining that he had been admitted to the benefits of partnership, whichever is later. Minor may within 6 months from the date from such date. അപ്പൊ മൈനർ ഒന്നെങ്കിൽ അറിഞ്ഞു, മൈനർ ഒന്നെങ്കിൽ മേജർ ആയി, അല്ലെങ്കിൽ മൈനർ ഇങ്ങനെ ഇരിക്കുമ്പോൾ അറിഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉണ്ടായിരുന്നെന്നും എനിക്ക് അതിന്റെ ആ പാർട്ണർഷിപ്പിന്റെ പേരിൽ കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മൈനർ ഫ്രം 6 months ഫ്രം സച്ച് ഡേറ്റ്, ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്നാണോ അറിഞ്ഞത് അല്ലെങ്കിൽ എന്നാണോ മേജർ ആയത് അതിൽ നിന്ന് 6 months ആ ഡ്യൂറേഷനുള്ളിൽ ക്യാൻ ഗീവ് പബ്ലിക് നോട്ടീസ് ദാറ്റ് ഹി ഹാസ് എലക്ടഡ് ടു ബിക്കം ദ പാർട്ണർ ഓർ ഹി ഹാസ് എലക്ടഡ് നോട്ട് ടു ബിക്കം ദ പാർട്ണർ. അപ്പൊ മൈനറിന് വേണം മേജർ ആയി കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എൻറ്റൈറ്റിൽഡ് ടു ബെനിഫിറ്റ്സ് ഓഫ് ഫേം ആണെന്ന് അറിയുമ്പോഴോ ഒന്നെങ്കിൽ പാർട്ണർ ഓഫ് ദ ഫേം ആവാൻ ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇല്ല എനിക്ക് ഞങ്ങളുടെ പാർട്ണർഷിപ്പ് താല്പര്യമില്ലെന്ന് പറഞ്ഞ് പോവേ ചെയ്യാം. ഇപ്പൊ മൈനർ എലക്ട്സ് ടു ബിക്കം പാർട്ണർ, മൈനറിന് ഓക്കെയാണ് പാർട്ണർ ആവാൻ, അങ്ങനെയാണെങ്കിൽ ഹിസ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആസ് എ മൈനർ കണ്ടിന്യൂ അപ് ടു ദ ഡേറ്റ് ഓൺ വിച്ച് ഹി ബിക്കംസ് എ പാർട്ണർ. അപ്പൊ പാർട്ണർ ആവുന്ന ആ ഡേറ്റ് മുതലേ പിന്നെ പാർട്ണർഷിപ്പിന്റെ ലയബിലിറ്റി വരുന്നുള്ളൂ. അപ്പൊ അതിന് മുന്നേ വരെ മൈനറിന് എന്തൊക്കെ റൈറ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്രയൊക്കെ പേഴ്സണൽ ലയബിലിറ്റി, മൈനർ ആയിരിക്കുന്ന സമയത്ത് പേഴ്സണൽ ലയബിലിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആ ഡേറ്റ് വരെ മൈനറിന്റെ സ്റ്റാറ്റസ് എന്താണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇനി പാർട്ണർ ആയി കഴിഞ്ഞാൽ ഓപ്റ്റ് ചെയ്ത് പാർട്ണർ ആയി കഴിഞ്ഞാൽ പേഴ്സണലി ലയബിൾ. അപ്പൊ മൈനർ ആയിരുന്ന ആ പീരീഡ് വരെ എന്നാണോ ആ പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ട്
പാർട്ണർ ആവാൻ ഓക്കെ ആണെന്ന് മൈനർ പറഞ്ഞ ആ ദിവസം തൊട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസം തൊട്ട് എന്തൊക്കെയാണോ ബാക്കി പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി അതുപോലെ തന്നെ ആയിരിക്കും ഈ മൈനറിന്റെ ലയബിലിറ്റിയും പോകുന്നത്. എന്താണോ അവരുടെ റൈറ്റ്സ് എന്താ ലയബിലിറ്റി അതനുസരിച്ച്. അപ്പം മൈനർ ആയിരുന്ന സമയത്ത് പേഴ്സണലി ലയബിൾ അല്ല. അപ്പം അന്ന് ആ എലക്ട് ചെയ്യുന്ന ആ ദിവസം വരെ മൈനറിന്റെ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും. പേഴ്സണലി ലയബിൾ അല്ലായിരിക്കും. Personally liable to third parties for all acts of the firm done since he was admitted to the benefits of partnership. മൈനർ സ്റ്റാറ്റസും കിട്ടും. മൈനർ സ്റ്റാറ്റസ് ആ ഡേറ്റ് വരെ മൈനർ എന്നാണ് ഓപ്റ്റ് ചെയ്യുന്നത് അതുവരെ മൈനർ സ്റ്റാറ്റസ് എല്ലാം കിട്ടും. പേഴ്സണലി ലയബിൾ ആവത്തില്ല. അത് കഴിയുമ്പോഴത്തേക്ക് പാർട്ണർ ആവാൻ തുടങ്ങും. പാർട്ണർ ആണെന്ന് ഓപ്റ്റ് ചെയ്തല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ പേഴ്സണലി ലയബിൾ ആവും. His share in property and profits of the firm shall be the share to which he was entitled as a minor. മൈനർ ആയിട്ടിരിക്കുമ്പോൾ എന്തായിരുന്നു നമ്മുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോപ്പർട്ടി, അത് തന്നെ ആയിരിക്കും മേജർ ആയിട്ട് കഴിയുക. അല്ലാതെ അതിനകത്തൊരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ ലയബിലിറ്റിയിൽ മാത്രം പേഴ്സണലി ലയബിൾ അല്ലായിരുന്നു, ഇപ്പൊ പേഴ്സണലി ലയബിൾ ആയി, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനി if a minor does not elect to become a partner, his rights and liabilities shall continue to be those of minor up to the date on which he gives public notice. മൈനർ പാർട്ണർ ആവാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ എന്നാണോ പബ്ലിക് നോട്ടീസ് കൊടുക്കുന്ന ആ ഡേറ്റ് വരെ മൈനർ സ്റ്റാറ്റസ് എല്ലാം കിട്ടും എന്ന് പറഞ്ഞ് പേഴ്സണലി ലയബിൾ ഒന്നും ആവത്തില്ല. ഈ ഷെയർ ഷാൽ നോട്ട് ബി ലയബിൾ ഫോർ എനി ആക്ട്സ് ഓഫ് ഫേം ഡൺ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് നോട്ടീസ്. അപ്പൊ മൈനർ ഓപ്റ്റ് ചെയ്തു, പാർട്ണർ ആവുന്നില്ല എന്നുള്ളത്. അപ്പൊ പിന്നെ ആ ഡേറ്റ് കഴിഞ്ഞ ആ പബ്ലിക് നോട്ടീസിന്റെ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ മൈനറും ആ പാർട്ണർഷിപ്പ് ഫോമും തമ്മിൽ ബന്ധമൊന്നുമില്ല. പാർട്ണർ ആവാൻ ഓപ്റ്റ് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ മൈനറിന്റെ ഷെയറിന് പിന്നെ acts of the firm done after the date of notice liable ഒന്നും അല്ല. He shall be entitled to sue the partners for the share of property. ഇനി എങ്ങാനും മൈനറിനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ഐ മീൻ ഷെയർ ഒക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടില്ലെങ്കിൽ മൈനറിന് ബാക്കി പാർട്ട്നേഴ്സിനെ സ്യൂ ചെയ്യാനും പറ്റും. കാരണം മൈനർ ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, എന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് തരണം അല്ലെങ്കിൽ എന്റെ ഷെയർ ഓഫ് പ്രോപ്പർട്ടി തരണം, എനിക്ക് ഇനി പാർട്ണറായിട്ട് പോകാൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ അന്ന് വരെ പേഴ്സണലി ലയബിലിറ്റി ഒന്നുമില്ല. മൈനർ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ പാർട്ണർ ആവാത്തത് കൊണ്ട് തന്നെ പേഴ്സണലി ലയബിൾ ആവുന്നില്ല. ഇനി എങ്ങാനും ബാക്കി പാർട്ട്നേഴ്സ് റെഡി അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോപ്പർട്ടി ഒക്കെ കൊടുത്ത് മൈനറിനെ വിടാൻ തയ്യാറല്ലെങ്കിൽ മൈനറിനെ സ്യൂ ചെയ്യാൻ ബാക്കി പാർട്ട്നേഴ്സിനെ. അപ്പൊ അതൊക്കെയാണ് എലക്ഷൻ മെജോറിറ്റി. മൈനർ മേജർ ആയി കഴിയുമ്പോൾ ഒന്നെങ്കിൽ പാർട്ണർ ആവാം, ഒന്നെങ്കിൽ പാർട്ണർ ആവാതിരിക്കാം. പാർട്ണർ ആവാൻ ഒപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇതൊക്കെയാണ് റൈറ്റ്സും ലയബിലിറ്റീസും. പാർട്ണർ ആവാൻ ഒപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെയാണ് റൈറ്റ്സും ലയബിലിറ്റീസും. ഇനി ഫോർമേഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഫസ്റ്റ് ആണ് ഒരു എഗ്രിമെന്റ് ഉണ്ടാവണം. പാർട്ട്നേഴ്സ് തമ്മിൽ, ആ പാർട്ടീസ് തമ്മിൽ ഒരു എഗ്രിമെന്റ് വേണം. എഗ്രിമെന്റ് മസ്റ്റ് ബി ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്, എക്സിസ്റ്റൻസ് ഓഫ് ഏജൻസി ഉണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെയാണ് പ്രൊസീജിയർ ടു ഫോം എ പാർട്ണർഷിപ്പ്. മിനിമം 2 പേര് വേണം എന്ന് പറഞ്ഞു. അപ്പർ ലിമിറ്റ് ഈസ് 10. അപ്പർ ലിമിറ്റ് 10 ആണ് ഇൻ കേസ് ഓഫ് ബാങ്കിങ് ബിസിനസ്സും 20 ആണ് ഇൻ കേസ് ഓഫ് അതർ ബിസിനസ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി ഫസ്റ്റ് ഡിസൈഡ് ഹൂ ആർ ദ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം കൺസിഡറിംഗ് ദ ലിമിറ്റ്. ഈ ലിമിറ്റ് അനുസരിച്ച് എത്ര പേരെയാണോ പാർട്ട്നേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഐഡിയ ഒന്ന് വെക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പാർട്ണർഷിപ്പ് ഫോം ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ ആരൊക്കെ ആയിരിക്കണം പാർട്ട്നേഴ്സ് എന്നുള്ളത് തീരുമാനിച്ചു. നെയിം ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേം സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ബിസിനസ് ആണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനകത്തൊരു ധാരണ വേണം. പിന്നെ ഡിസൈഡ് ദ ക്യാപിറ്റൽ ടു ബി ബ്രോട്ട് ബൈ ഈച്ച് ആൻഡ് എവറി പാർട്ണർ. ഓരോ പാർട്ണറും ഇതിനുവേണ്ടി എത്ര ക്യാപിറ്റൽ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇതിനുവേണ്ടി എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ബിസിനസിന് വേണ്ടി, അത് തീരുമാനിക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു പാർട്ണർഷിപ്പ് ഡീഡ് വേണം, എഗ്രിമെന്റ് ഡീഡ് ഓഫ് ദ ഫേം. The document prescribes A to Z of the partnership firm to be formed. പാർട്ണർഷിപ്പിൽ ആ ബിസിനസിനെ പറ്റിയും പാർട്ണേഴ്സിനെ പറ്റി A to Z കാര്യങ്ങൾ ഈ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാവും. ഈ എഗ്രിമെന്റിന്റെ ബേസിസിലാണ് പാർട്ണർഷിപ്പ് മൊത്തം റൺ ചെയ്യുന്നത്. ഇനി എഗ്രിമെന്റ് ഷുഡ് ഇൻവേരിയബിളി ഇൻ റൈറ്റിംഗ്. എന്തായാലും പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് എന്താണ്, അവർ ചിലപ്പോൾ ആദ്യം ഇങ്ങനെ പാർട്ണർഷിപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓറലൊക്കെ ആവാം അവരുടെ പാർട്ണർഷിപ്പ്. പക്ഷെ എന്താ ഈ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് എന്തായാലും റൈറ്റിംഗിൽ തന്നെ ആയിരിക്കണം. എല്ലാ പാർട്ട്നേഴ്സും അത് സൈൻ ചെയ്തിട്ടും ഉണ്ടാവണം. എഗ്രിമെന്റ് ഷുഡ് ബി ഇൻവേരിയബിളി ഇൻ റൈറ്റിംഗ് ആൻഡ് സൈൻ ബൈ ഓൾ ദ പാർട്ട്നേഴ്സ്. According to the act of partnership firm may be, according to the act, അതായത് പാർട്ണർഷിപ്പ് ആക്ട്, the partnership firm may be registered or may not be registered. അതായത് രജിസ്റ്റർ ഇതായിട്ട് MCA ആയിട്ട് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. Unregistered firms have no legal protection and therefore
രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം ഈസ് ടു ബി പ്രിഫർഡ്. അതായത് പിന്നെ അൺരജിസ്റ്റേർഡ് ഫേം ആണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ലീഗൽ ഹെൽപ്പ് എടുക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നം, പാർട്ണേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണോ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി പാർട്ണേഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന പോലാണ്, വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാതെ ഇരിക്കാം. ഇനി ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് പാർട്ണർഷിപ്പ്, പിന്നെ പാൻ എടുക്കണം. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വിത്ത് അതർ ടാക്സ് അതോറിറ്റീസ്, GST അങ്ങനെ സെൻട്രൽ എക്സൈസ്, വാറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടാക്സ് അതോറിറ്റീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതും ചെയ്യണം. ഇനി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ദ കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഓഫ് ഫേം. അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് ഫോർമേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. അപ്പൊ ഇതൊക്കെയാണ് പ്രൊസീജിയർ ടു ഫോം എ പാർട്ണർഷിപ്പ്. ആദ്യം ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് ഡിസൈഡ് ചെയ്യണം. പിന്നെ ബിസിനസ് പാർട്ണർഷിപ്പ് ഫേമിന്റെ പേരെന്താണ്, ബിസിനസ് എന്താണ്, ക്യാപിറ്റൽ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, പാർട്ണർഷിപ്പ് ഡീഡ് അതിനകത്ത് എന്തൊക്കെയാണുള്ളത്, ആ ഡീഡ് ഉറപ്പായിട്ട് റൈറ്റിംഗിലായിരിക്കണം. അതുപോലെ തന്നെ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കാം. രജിസ്റ്റർ ചെയ്യുന്നതാണ് പ്രിഫർഡ്. പിന്നെ പാന് ടാക്സ് അതോറിറ്റീസ് ആയിട്ട് രജിസ്ട്രേഷൻ വേണമെങ്കിൽ അതൊക്കെ എടുക്കണം. പിന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അവസാനം കിട്ടും രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ. എപ്പോഴാണ് ഇനി റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം നടക്കുന്നത്? ഓൾറെഡി ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, ഓൾറെഡി അവർ തമ്മിലുള്ള എഗ്രിമെന്റിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴാണ് ഒരു ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ആയെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് അവരൊരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ട്. ഇനി അവർ തമ്മിൽ തീരുമാനിക്കുക ഈ റേഷ്യോ വേണം, നമുക്കിനി പുതിയൊരു റേഷ്യോ വേണം, ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രോഫിറ്റും അടുത്ത ദിവസം തൊട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടെങ്കിൽ അവിടെ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി പുതിയ പാർട്ണറിനെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കും. അവിടെ ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒക്കെ ഡിസ്റ്റർബ് ആവുമല്ലോ. അവിടെ അതിനകത്തൊരു വ്യത്യാസം വരും. ചില പാർട്ണേഴ്സ് ഗെയിനിങ് ആയിരിക്കും, ചില പാർട്ണേഴ്സ് സാക്രിഫൈസിങ് ആയിരിക്കും, അങ്ങനെയൊക്കെ. അപ്പൊ അഡ്മിഷൻ ഓഫ് പാർട്ണർ സംഭവിച്ചാൽ അവിടെ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കും. റിട്ടയർമെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ണർ, ഒരു പാർട്ണർ പോയി കഴിഞ്ഞാലും അവിടെ കാണും ബാക്കി പാർട്ണേഴ്സും അപ്പൊ കുറച്ചുകൂടെ ഗെയിൻ ചെയ്യുമല്ലേ. ഒരു പാർട്ണറിന്റെ ഷെയറും കൂടെ ബാക്കി എല്ലാവരും കൂടെ സ്പ്ലിറ്റ് ആയിപ്പോയി. അപ്പൊ അങ്ങനെ റിട്ടയർമെന്റ് ഓഫ് പാർട്ണർ, എക്സിസ്റ്റിംഗ് പാർട്ണർ അവിടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കും. ഡെത്ത് ഓഫ് പാർട്ണർ, ഡെത്ത് നടന്നാൽ ചിലപ്പോൾ ഡിസൊല്യൂഷൻ തന്നെ നടക്കാം, അല്ലെങ്കിൽ എഗ്രിമെന്റിൽ എന്താണ് പറഞ്ഞേക്കുന്നത് അതനുസരിച്ച്. പിന്നെ അമാൽഗമേഷൻ ഓഫ് ടു പാർട്ണർഷിപ്പ് മെർജറൊക്കെ നടക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സാഹചര്യങ്ങളിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം നടക്കുന്നത്. പിന്നെ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ ഓഫ് പാർട്ണർ നടക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാ ഫോളോയിങ് സ്റ്റെപ്സ് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ, പുതിയൊരു പാർട്ണർ വന്നു. അപ്പൊ എത്രയായിരിക്കും ഇനി തൊട്ടുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ആരൊക്കെയാണ് സാക്രിഫൈസിങ് പാർട്ണേഴ്സ്, ആരൊക്കെയാണ് ഗെയിനിങ് പാർട്ണേഴ്സ്. ഇനി പുതിയ പാർട്ണർ വരുമ്പോൾ എന്താണ് ഗുഡ്വിൽ ക്യാപിറ്റൽ കൊണ്ടുവരും, അതിന്റെ കൂടെ ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, ഗുഡ്വിൽ ഇസ് ബ്രോട്ട് ഇൻ ക്യാഷ്, നമ്മൾ അക്കൗണ്ട്സിനകത്ത് പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് ആ ഗുഡ്വില്ലിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഓൾറെഡി ഉള്ള ഷെയറിലാണോ, എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള എഗ്രിമെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ. പിന്നെ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ചിലപ്പോൾ നമ്മുടെ ഈ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ നമ്മൾ ക്യാരി ചെയ്യുന്ന നമ്മൾ ബുക്ക് വാല്യൂലായിരിക്കത്തില്ല, ചിലപ്പോൾ ഇപ്പൊ അതിന്റെ ഫെയർ വാല്യൂ മാറിയിട്ടുണ്ടാകും. ചിലപ്പോൾ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും എന്നുള്ളത്. അപ്പൊ അതിന്റെ ഫെയർ വാല്യൂ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവാം, കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ക്യാരി ചെയ്യുന്ന ബുക്ക് വാല്യൂ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം ഒന്ന് റീവാല്യൂ ഒന്നുകൂടെ ചെയ്യണം. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ സ്പ്ലിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതും പ്രോഫിറ്റ് ഷെയറിംഗ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ റീവാലുവേഷൻ അക്കൗണ്ട് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അഡ്മിഷൻ ഓഫ് ദ പാർട്ട്നേഴ്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് അൺഡിസ്ബേഴ്സ് പ്രോഫിറ്റ് ആൻഡ് അക്യുമുലേറ്റഡ് ലോസസ്. ഇനി ഇതുവരെ പ്രോഫിറ്റ് ഒന്നും ഷെയർ ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ വേണം. പിന്നെ അക്യുമുലേറ്റഡ് ലോസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനി എങ്ങനെയാണ്, പുതിയ പാർട്ണറിന് അത് ബിയർ ചെയ്യേണ്ടി വരുമോ, ഇനി പഴയ പാർട്ട്നേഴ്സിന് ഏത് റേഷ്യോ വേണം സ്പ്ലിറ്റ് ചെയ്യാൻ ഒക്കെ. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്, ഈ ഗുഡ്വില്ലിന്റെ ഷെയർ, ലോസിന്റെ ഷെയർ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണല്ലോ പോകുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എഗ്രിമെന്റിൽ എന്താണോ പറയുന്നത് ഈ സ്റ്റെപ്സ് ഒക്കെ, ഈ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ തീരുമാനിക്കണം. അതാണ് അഡ്മിഷൻ ഓഫ് പാർട്ണർ പറയുന്നത്. ഇപ്പൊ റിട്ടയർമെന്റ് ഓഫ് ദ പാർട്ണറിനകത്തും ഒരുപാട് സ്റ്റെപ്സ് വരുന്നുണ്ട്. അക്കൗണ്ട്സിനകത്ത് നമ്മൾ അതൊക്കെ നോക്കുന്നുണ്ടല്ലോ. ഔട്ട്ഗോയിങ് പാർട്ണേഴ്സ് അക്കൗണ്ട് ഈസ് സെറ്റിൽഡ് ആസ് പെർ ദ ടേംസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. അതായത് പാർട്ണർഷിപ്പ് ഡീഡിൽ എങ്ങനെയാണോ സെറ്റിൽമെന്റിന്റെ ഒരു ക്ലോസും കൂടെ കാണുമല്ലോ, അതെന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച്. ചിലപ്പോൾ ലംസമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ കൊടുത്തു തീർക്കായിരിക്കും, വിത്ത് ഓർ വിത്തൗട്ട് ഇൻട്രസ്റ്റ്, ആസ് agreed or partly in cash immediately and partly in installment
അറ്റ് ദ എഗ്രീഡ് ഇന്റർവൽസ്. അപ്പൊ എഗ്രിമെന്റിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത്, ഒരു പാർട്ണർ റിട്ടയർ ആയി കഴിയുമ്പോൾ പുള്ളിക്ക് എന്തൊക്കെയാണ് കൊടുത്തു വിടേണ്ടത്, എങ്ങനെയൊക്കെയാണ് കൊടുത്തു വിടേണ്ടത് എന്നുള്ളത് എഗ്രിമെന്റ് ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് ചെയ്യുക. പിന്നെ ലയബിലിറ്റി ഓഫ് റിട്ടയറിംഗ് പാർട്ണർ, ഡെത്ത് ഓഫ് പാർട്ണർ, ഇതൊക്കെ നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇതെല്ലാം വായിച്ചു നോക്കണേ. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളതാണ് രജിസ്ട്രേഷൻ ഓഫ് ഫേം. ഫേം വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, വേണമെങ്കിൽ താല്പര്യമില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പൊ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എന്തൊക്കെയാണെന്നുള്ളത്. And for the purpose of registration, a statement in prescribed from stating name of the firm, place of business എവിടെയാണെന്നുള്ളത്, പിന്നെ other places where the firm carries on the business. Principal place of business എവിടെയാണ്, ഇനി വേറെ എന്തെങ്കിലും പ്ലേസ് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്, date when each partner joined the firm, names in full and permanent address of partners. എന്തായാലും പാർട്ണർഷിപ്പ് ആണ്, ലയബിലിറ്റി ഒക്കെ അൺലിമിറ്റഡ് ആണ്, അഡ്രസ് ഒക്കെ വേണമല്ലോ. അതുപോലെ അഡ്രസ് ഒക്കെ നല്ല പുള്ളിയുടെ അവരുടെ പുറകെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നെയിംസ് ഇൻ ഫുൾ ആൻഡ് പെർമനന്റ് അഡ്രസ് ഓഫ് പാർട്ണേഴ്സ്, ഡ്യൂറേഷൻ ഓഫ് ഫേം, അതായത് പാർട്ണർഷിപ്പ് ആൻഡ് ബില്ലാണോ പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് ആണോ അതിന്റെ ഒക്കെ ഇത് ഷാൽ ബി പ്രിപ്പയർഡ് ആൻഡ് ഡ്യൂലി സൈൻഡ് ബൈ ഓൾ പാർട്ണേഴ്സ്. അത് കഴിഞ്ഞിട്ട് അതാണ് നമ്മൾ പിന്നെ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനകത്ത് ഇത്രയും കാര്യങ്ങൾ മാൻഡറ്ററി ആയിട്ട് വേണ്ടതാണ്. കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. നെയിം ഓഫ് ദ ഫേം സെലക്ട് ചെയ്യുമ്പം എന്തൊക്കെ പേരുകൾ ആവാം, എന്തൊക്കെ ആവാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് ഇവിടെ. നെയിം പിന്നെ ഓൾട്ടർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബിസിനസ് മാറുകയാണെങ്കിൽ എന്തൊക്കെയാണ്, ബ്രാഞ്ചസ് തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്തൊക്കെയാണ്, മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്തൊക്കെയാണ്, ഡിസൊല്യൂഷന്റെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഡിസൊല്യൂഷൻ വിത്തൗട്ട് ദ ഓർഡർ ഓഫ് കോർട്ട് ഒരു വോളണ്ടറി ഡിസൊല്യൂഷൻ. അപ്പം അവർ തമ്മിൽ തന്നെ ഡിസൈഡ് ചെയ്യാണ്, ഓക്കെ നമ്മുടെ ഫേം ഡിസോൾവ് ആവുകയാണ്, ഇനി പാർട്ണർഷിപ്പ് ഇല്ല എന്നുള്ളത്. അത് എപ്പോഴേക്കാം, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. A firm will dissolve with consent of all the partners in accordance with the contract between partners. അവർ തമ്മിൽ തന്നെ പരസ്പരം ഡിസൈഡ് ചെയ്യുകയാണ് ഫേം ഡിസോൾവ് ചെയ്യാന്നുള്ളത്. നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അവർ മ്യൂച്വലി ഡിസൈഡ് ചെയ്യുവാണെങ്കിൽ ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. ഇനി അല്ലാത്ത കേസുകളിൽ കമ്പൽസറി ഡിസൊല്യൂഷനും ഉണ്ട്. അത് എപ്പോഴൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, firm is dissolved by adjudication of all partners or of all partners but one as insolvent. അതായത് ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആയി, അന്നേരം എല്ലാ പാർട്ട്നേഴ്സും കൂടെ ഡിസൈഡ് ചെയ്യുകയാണ് ഓക്കെ നമുക്ക് ഡിസൊല്യൂഷൻ വേണം എന്നുള്ളത്. കാരണം ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആയി, അയാൾക്ക് പിന്നെ ഇനിയും ഇൻസോൾവെന്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുമായിട്ട് പാർട്ണർഷിപ്പ് നമുക്ക് ആ ഒരു എഗ്രിമെന്റ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കോൺട്രാക്റ്റിനകത്ത് ഇൻകോമ്പിറ്റന്റ് പേഴ്സൺ ആണ് ഇൻസോൾവെന്റ് ആയിട്ടുള്ള ആളും, അതുകൊണ്ട് തന്നെ പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്തേ പറ്റും. ബൈ ഹാപ്പനിങ് ഓഫ് എനി ഇവന്റ് വിച്ച് മേക്സ് ഇറ്റ് അൺലോഫുൾ ഫോർ ദ ബിസിനസ് ഓഫ് ദ ഫേം ടു ബി ക്യാരിഡ് ഓൺ ഓർ ഫോർ ദ പാർട്ണേഴ്സ് ടു ക്യാരി ഓൺ ദ ബിസിനസ്. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് അൺലോഫുൾ ആയി പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇവന്റ് നടന്നു, അങ്ങനെ നമ്മുടെ ബിസിനസ് അൺലോഫുൾ ആയി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ കമ്പൽസറി ആയിട്ട് അവിടെ ഡിസോൾവ് ചെയ്തേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ അവരെല്ലാം കൂടി ഒരുമിച്ച് തീരുമാനിച്ചു, അതാണ് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. ഇനി ഒരു പാർട്ണർ ഡിസോൾവ് ആയതുകൊണ്ടോ ബിസിനസ് അൺലോഫുൾ ആയതുകൊണ്ടോ നമുക്ക് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ അവിടെ കമ്പൽസറി ഡിസൊല്യൂഷൻ നടക്കും. ഇനി ഡിസൊല്യൂഷൻ ഓൺ ഹാപ്പനിങ് ഓഫ് സർട്ടൺ കണ്ടിജൻസീസ്, ചില പ്രശ്നങ്ങൾ നടന്നു. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ എ ഫിക്സ്ഡ് ടേം ബൈ ദ എക്സ്പയറി ഓഫ് ദാറ്റ് ടേം, പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് ആയിരുന്നു, ടേം കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്തേ പറ്റുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട്, ഇഫ് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ക്യാരി ഔട്ട് വൺ ഓർ മോർ അഡ്വഞ്ചേഴ്സ്, അത് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ഒരു പാർട്ണർ മരിച്ചുപോയി, അല്ലെങ്കിൽ അഡ്ജുഡിക്കേഷൻ ഓഫ് ദ പാർട്ണർ ആസ് ഇൻസോൾവെന്റ്. അപ്പൊ ഇതും ഒരു കണ്ടിജൻസിയിലും വരുന്നുണ്ട്, കമ്പൽസറി ഡിസൊല്യൂഷനകത്തും വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കേസുകൾ ഇങ്ങനൊക്കെ സംഭവിച്ചാൽ, ഒരു ഫിക്സഡ് ടേം കഴിഞ്ഞെങ്കിലോ അല്ലെങ്കിൽ ഒരു എന്തിനു വേണ്ടിയാണോ പാർട്ണർഷിപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആ പർപ്പസ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ദ പാർട്ണർ, അല്ലെങ്കിൽ പാർട്ണർ ഇൻസോൾവെന്റ് ആയി, അങ്ങനെയൊക്കെ സംഭവിച്ചാലും നമുക്ക് അൺസർട്ടൺ കണ്ടിജൻസീസ് ആയിരുന്നു. അതായത് നടക്കുന്ന ആദ്യമേ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, ഈ ഡെത്ത് ഓഫ് ദ പാർട്ണർ ഇൻസോൾവെന്റ് ആവുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻസോൾവെന്റ് ആവാൻ പോകുന്ന ആളെ പിടിച്ച് പാർട്ണർ ആക്കത്തൊന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കണ്ടിജൻസീസ് നടക്കുന്ന ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ നടന്നുപോയി. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ഡിസൊല്യൂഷൻ നടക്കും.
ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ. നമ്മൾ പറഞ്ഞായിരുന്നു പാർട്ണർഷിപ്പ് അറ്റ് വിൽ, അതായത് ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് പാർട്ണർഷിപ്പ് പൊക്കോണ്ടിരിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് ഡ്യൂറേഷൻ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാർട്ണറിന് തോന്നി ഓക്കെ എനിക്ക് പാർട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, അപ്പം ബാക്കി പാർട്ണേഴ്സിന് നോട്ടീസ് കൊടുക്കാം. എന്താ? സ്പെസിഫൈങ് ഹിസ് ഇന്റൻഷൻ ടു ഡിസോൾവ് ദ firm. Where a partnership is at will, the firm may be dissolved by any partner giving a notice and writing to all other partners of his intention to dissolve the firm. ഇനി ഇതാണ് നമ്മുടെ 4 കേസുകൾ, അതായത് വോളണ്ടറി ഡിസൊല്യൂഷൻ വരുന്നതാണ് ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെന്റ്, കമ്പൽസറി ഡിസൊല്യൂഷൻ. അവിടെ വേറെ കോർട്ടൊന്നും വന്ന് പറഞ്ഞില്ല, നമ്മൾ തന്നെ വോളണ്ടറി ആയിരുന്നു. ഈ കമ്പൽസറി ഡിസൊല്യൂഷൻ ആണെങ്കിൽ കൂടെ ദാറ്റ് വാസ് വോളണ്ടറി. അപ്പൊ ആ ഹെഡിലാണ് ഇത് വരുന്നത്. മോഡ്സ് ഓഫ് ഡിസൊല്യൂഷനകത്ത് ഡിസൊല്യൂഷൻ വിത്തൗട്ട് ദ ഓർഡർ ഓഫ് കോർട്ട് ഓർ വോളണ്ടറി ഡിസൊല്യൂഷനകത്ത് വരുന്നതാണ് ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെന്റ്, കമ്പൽസറി ഡിസൊല്യൂഷൻ, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് അറ്റ് വിൽ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ, ഈ ഡിസൊല്യൂഷൻ ഓഫ് ദ ഹാപ്പനിങ് ഓഫ് സഡൻ കണ്ടിജൻസീസ്, അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ. ഇത്രയും 4 വോളണ്ടറി ഡിസൊല്യൂഷൻ ആണ് വരുന്നത്, അല്ലെങ്കിൽ അവർ തന്നെ തീരുമാനിച്ചു. ഇനി കോർട്ട് ഡിസൈഡ് ചെയ്യും. അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ണർ ഹാസ് ബിക്കം ഓഫ് അൺസൗണ്ട് മൈൻഡ്, അപ്പൊ അത് കോമ്പീറ്റന്റ് അല്ല, അപ്പൊ കോർട്ട് ഡയറക്റ്റ് ചെയ്യും ഡിസൊല്യൂഷൻ ചെയ്യണം എന്നുള്ളത്. ഇനി ഇഫ് എ പാർട്ണർ ഹാസ് ബിക്കം പെർമനന്റ്ലി ഇൻകാപ്പബിൾ ഓഫ് പെർഫോമിംഗ് ഹിസ് ഡ്യൂട്ടീസ് ആസ് എ പാർട്ണർ, എന്തെങ്കിലും കാരണം വെച്ചാൽ ഡ്യൂട്ടീസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഇൻകാപ്പബിൾ ആണ്. ഇപ്പൊ എന്ത് കാരണങ്ങൾ കൊണ്ട് വേണമെങ്കിൽ ആവാം, അൺസൗണ്ട് ആവുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൺവിക്റ്റ് ആയതുകൊണ്ടാവാം, അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഈസ് ഇൻകാപ്പബിൾ ഓഫ് പെർഫോമിംഗ് ഹിസ് ഡ്യൂട്ടീസ് ആസ് എ പാർട്ണർ. ഈ പാർട്ണർ ഈസ് ഗിൽറ്റി ഓഫ് കണ്ടക്ട് വിച്ച് ഈസ് ലൈക്ലി ടു അഫക്ട് പ്രിജുഡീഷ്യലി ദ ക്യാരിങ് ഓൺ ദ ബിസിനസ് റിഗാർഡിംഗ് ബീങ് ഹാഡ് ടു നേച്ചർ ഓഫ് ബിസിനസ്. എന്തെങ്കിലും ഒരു ഹീസ് ഗിൽറ്റി ഓഫ് കണ്ടക്ട്, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മുടെ ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കേസിലൊക്കെ ഗിൽറ്റി ആയി, അങ്ങനെ. അല്ലെങ്കിൽ പാർട്ണർ ബിക്കം വിൽഫുള്ളി ഓർ പെർസിസ്റ്റന്റ്ലി കമ്മിറ്റ്സ് ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ്സ് റിലേറ്റിംഗ് ടു മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ്, കണ്ടക്ട് ഓഫ് ബിസിനസ്, or otherwise connects himself in matters relating to the business that is not reasonably practical for other partners to carry on business. അതായത് പെർമനന്റ്ലി ഇവിടെ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടല്ലേ ഇവർ തമ്മിൽ, ആ എഗ്രിമെന്റിനെ എപ്പോഴും ബ്രീച്ച് ചെയ്യുക, മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ കണ്ടക്ട് ഓഫ് ബിസിനസ്സിലൊക്കെ കൺസിസ്റ്റന്റ്ലി ബ്രീച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എഗ്രിമെന്റ് പ്രകാരം അല്ല ആള് മുന്നോട്ട് പോകുന്നത്. അപ്പൊ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ണറിന് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോർട്ട് ഡിസൊല്യൂഷൻ ഡയറക്റ്റ് ചെയ്യും. എന്തായാലും ഇങ്ങനെ അല്ലല്ലോ പോകുന്നത്, ഈ പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യണം എന്നുള്ളത് കോർട്ട് ഡയറക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ കേസുകളിലും ഡിസൊല്യൂഷൻ ബൈ കോർട്ടാണ്. ഇനി ഇഫ് എ പാർട്ണർ ഹാസ് ഇൻ എനി വേ ട്രാൻസ്ഫർ ദ ഓൾ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫേം ടു തേർഡ് പാർട്ടി. ഈ പാർട്ണർ നമ്മൾ നോർമലി പറഞ്ഞായിരുന്നു അല്ലെ, നമുക്ക് പാർട്ണർഷിപ്പിൽ ഇൻട്രസ്റ്റ് ഒന്നും അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പാർട്ണർ അങ്ങനെ ചെയ്തു, അപ്പോഴും അതൊരു അലോ ചെയ്യുന്ന ആക്ടിവിറ്റി അല്ല. അപ്പോഴും കോർട്ടിന് വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാം എന്താ ഈ പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഹാസ് അലൗഡ് ഹിസ് ഷെയർ ടു ബി ചാർജ്, ഹാസ് അലൗഡ് ടു ബി സോൾഡ് ഇൻ റിക്കവറി ഓഫ് ഏരിയസ് ഓഫ് ലാൻഡ് റവന്യൂ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇല്ലീഗൽ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ അൺലോഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അലൗഡ് അല്ലാത്തുള്ള ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും ഒരു പാർട്ണേഴ്സ് എൻഗേജ് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ബിസിനസ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കോർട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം പാർട്ണേഴ്സ് തമ്മിൽ മ്യൂച്വൽ അഗ്രിമെന്റിലായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ഡിസൊല്യൂഷൻ. ഇൻ ബിസിനസ് ഓഫ് ദ ഫേം കാനോട്ട് ബി ക്യാരിഡ് ഓൺ സേവ് അറ്റ് ലോസ്. എന്തായാലും നഷ്ടത്തിൽ മാത്രമാണ് നമ്മുടെ പാർട്ണർഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നേരം വേണമെങ്കിലും. ഓൺ എനി അതർ ഗ്രൗണ്ട് വിച്ച് റെൻഡേഴ്സ് ഇറ്റ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ദാറ്റ് ദ ഫേം ഷുഡ് ബി ഡിസോൾവ്. ബാക്കി എന്തെങ്കിലുമൊക്കെ ഈ കണ്ടുപിടിച്ചിട്ടുണ്ടാത്ത കാരണങ്ങൾ കൊണ്ടൊക്കെ ആണെങ്കിലും കോർട്ടിന് ഡയറക്റ്റ് ചെയ്യാം ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കോർട്ട് നോട്ടീസ് അയക്കും, അപ്പൊ ബാക്കി എല്ലാ പാർട്ട്നേഴ്സിനും കിട്ടും, അവരതനുസരിച്ച് മൂവ് ചെയ്യേണ്ടി വരും. ഇനി ഫേം എല്ലാം ഡിസോൾവ് ആയി, അന്നേരം പാർട്ണേഴ്സിന്റെ ലയബിലിറ്റി എന്തൊക്കെയാണെന്ന്. ലയബിലിറ്റി ഓഫ് പാർട്ണേഴ്സ് വിൽ കണ്ടിന്യൂ ഫോർ ദ ആക്ട്സ് ഡൺ ബിഫോർ ഡിസൊല്യൂഷൻ. ബിഫോർ ഡിസൊല്യൂഷൻ എന്തൊക്കെയായിരുന്നോ അവരുടെ ആക്ട്സ് എന്തൊക്കെയായിരുന്നോ അവരുടെ എഗ്രിമെന്റിൽ എങ്ങനെയൊക്കെയായിരുന്നോ ലയബിലിറ്റി, അതെല്ലാം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇനി ആഫ്റ്റർ ഡിസൊല്യൂഷൻ എന്താന്നുള്ളത് പിന്നെ എങ്ങനെയാണോ അതിന്റെ ഡിസിഷൻ പോകുന്നത് അതനുസരിച്ച്. ബിഫോർ ഡിസൊല്യൂഷൻ എങ്ങനെ അവർ പാർട്ണേഴ്സ് ആയിട്ടിരുന്നപ്പോൾ എന്തായിരുന്നു എഗ്രിമെന്റ് അതനുസരിച്ച് തന്നെ. ഇനി റൈറ്റ്സ് ഓഫ് പാർട്ണേഴ്സ് ആഫ്റ്റർ ഡിസൊല്യൂഷൻ. ഫേം എല്ലാം ഡിസോൾവ് ആയി, അപ്പം പാർട്ണേഴ്സിന് എന്തൊക്കെയാണ് റൈറ്റ്? ടു ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് ഫേം അപ്ലൈഡ് ഇൻ ദ പേയ്മെന്റ് ഓഫ് ഡെബ്റ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഫേം, ടു ഹാവ് സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ടഡ്
among the partners of their representative or of their representatives according to their rights. അതായത് പാർട്ണർഷിപ്പ് ഡിസോൾവ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ ക്രെഡിറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും, നമുക്ക് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഫേമിന്റെ അസറ്റ്സ് ഒക്കെ വിറ്റിട്ട് ലയബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്ത് അങ്ങനെ അതെല്ലാം തീർക്കും. എന്നിട്ട് നമുക്കൊരു സർപ്ലസ് ആണ് കിട്ടുന്നത്, ഒരു പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അത് ഈ പാർട്ണേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യേണ്ടി വരും അക്കോർഡിംഗ് ടു ദ റൈറ്റ്സ്. എന്താണോ അവരുടെ നേരത്തെ എഗ്രിമെന്റ്, ചിലപ്പോൾ എഗ്രിമെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഡിസൊല്യൂഷൻ ആയി കഴിയുമ്പോൾ സർപ്ലസ് ഇങ്ങനെ വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അപ്പൊ അതൊക്കെ അനുസരിച്ച് എന്താണോ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, എഗ്രിമെന്റ് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് ആ സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇനി മോഡ് ഓഫ് സെറ്റിൽമെന്റ്. സബ്ജക്ട് ഇവിടെ എല്ലാത്തിനകത്തും സബ്ജക്ട് ടു എഗ്രിമെന്റ്. എന്താണോ എഗ്രിമെന്റ് പറയുന്നത് അങ്ങനെയാണ്. ഈ എഗ്രിമെന്റ് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. Loss including deficiencies of capital shall be paid first out of profit, next out of capital, and lastly, if necessary, by partners individually in the portion which they are entitled to share profit. എങ്ങനെയൊക്കെയാണ് പാർട്ണറിനെ സെറ്റിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ലോസ് ആണെങ്കിൽ ഫസ്റ്റ് ഇൻക്ലൂഡിങ് ഡെഫിഷ്യൻസീസ് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാം ആദ്യം പ്രോഫിറ്റിൽ നിന്നായിരിക്കും പേ ഓഫ് ചെയ്യുന്നത്. നമ്മുടെ ഫേമിന്റെ പ്രോഫിറ്റ് എന്താണോ അതിൽ നിന്നായിരിക്കും എല്ലാം പേ ഓഫ് ചെയ്യേണ്ടത്. ഇനി പ്രോഫിറ്റ് ഒന്നും സഫീഷ്യന്റ് ആയില്ലെങ്കിൽ ഓരോ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് വേണം പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഡെറ്റ് ഒക്കെ പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ലാസ്റ്റ്ലി ഇഫ് നെസസറി പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി. എന്നിട്ടും നമ്മുടെ ക്രെഡിറ്റേഴ്സിന് ഒന്നും കൊടുത്തു തീർക്കാൻ പറ്റില്ല, പിന്നെയും നമുക്ക് ലയബിലിറ്റീസ് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഓരോ പാർട്ട്നേഴ്സും അവരുടെ പ്രൊപ്പോർഷൻ, അവരുടെ ഷെയർ എന്താണോ, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്തായിരുന്നോ ആ ഷെയറിൽ പിന്നെയും പേഴ്സണലി ലയബിൾ ആയിക്കൊണ്ടിരിക്കും. പിന്നെ assets of the firm including any sums contributed by partners to make up the deficiencies of capital shall be applied in the following manner. ആദ്യം ഇപ്പം അസറ്റ്സ് ഓഫ് ദ ഫേം ആദ്യം നമ്മൾ പറഞ്ഞു, ലോസ് ആണെങ്കിൽ ആദ്യം ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് പേ ചെയ്യണം, പിന്നെ ക്യാപിറ്റൽ ആദ്യം പ്രോഫിറ്റിൽ നിന്ന് എടുത്ത്, ലോസ് എന്ന് ഉദ്ദേശിക്കുന്ന ഔട്ട്സൈഡ് പാർട്ടീസിന് നമുക്ക് കൊടുക്കേണ്ട കാശ്, അത് ആദ്യം പ്രോഫിറ്റ് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണം, പിന്നെ ക്യാപിറ്റലിൽ ഓരോ പാർട്ണേഴ്സിനെ ക്യാപിറ്റലിൽ നിന്ന് കൊടുക്കണം, അതും തികഞ്ഞില്ലെങ്കിൽ ഓരോ പാർട്ണേഴ്സ് ഇൻഡിവിജ്വലി കൊണ്ടുവരേണ്ടി വരും. ഇനി അസറ്റ്സ് ഓഫ് ദ ഫേം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പാർട്ണർഷിപ്പിന് പറയാം. എന്തൊക്കെയൊക്കെ എക്യുപ്മെന്റ്സ്, ഫിക്സഡ് അസറ്റ്സ് കാണും, എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, അതൊക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അസറ്റ്സ് ഓഫ് ദ ഫേം ഇൻക്ലൂഡിംഗ് any sums contributed by the partner to make up the deficiencies of capital shall be applied in the following manner. എന്തൊക്കെയാ ആദ്യ അസറ്റ്സ് എല്ലാം പേയിങ് ദ ഡെറ്റ്സ് ഓഫ് ദ ഫേം ടു തേർഡ് പാർട്ടീസ്. ആദ്യം നമ്മുടെ ക്രെഡിറ്റേഴ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടം എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു തീർക്കണം. In paying each partner ratably what is due from him from the firm for advances as distinguished from the capital. അതിന് പിന്നെ ആദ്യം നമ്മൾ ക്രെഡിറ്റേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തത് പിന്നെ ഈ ലോൺ കൊടുത്തിട്ടുള്ള പാർട്ണർ ഉണ്ടാവുമല്ലോ, പാർട്ണർഷിപ്പിന് ലോൺ കൊടുത്തിട്ടുള്ള പാർട്ണർ ഉണ്ടാവും, ആ പാർട്ണറിന് പിന്നെ കൊടുക്കണം. ആ പാർട്ണറിന് എത്രയാണോ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ആ ലോൺ തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ആ എമൗണ്ട് അത് കൊടുത്തു തീർക്കണം. ഇനി അത് കഴിഞ്ഞിട്ടാണ് in paying each partner ratably what is due to him on account of capital. പിന്നെ ഈ ക്യാപിറ്റൽ എല്ലാം കൊടുത്തു തീർക്കണം. അസറ്റ്സ് ഓഫ്, അതായത് ഓരോ പാർട്ണർ ആദ്യം വന്നപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തല്ലോ, പാർട്ണർഷിപ്പ് ഓഫ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്യാപിറ്റലൊക്കെ തിരിച്ചു കൊടുക്കണമല്ലോ. ഇനി റെസിഡ്യൂ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഷാൽ ബി ഡിവൈഡഡ് among the partners in the proportion in which they are entitled to share. പിന്നെ എന്തെങ്കിലും സർപ്ലസ് അല്ലെങ്കിൽ അതെല്ലാം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ അസറ്റ്സ് ഒക്കെ ഫേമിന്റെ അസറ്റ്സ് ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ റിയലൈസ് ചെയ്യുന്ന ആ എമൗണ്ട് ആദ്യം ക്രെഡിറ്റേഴ്സിന് ഔട്ട്സൈഡ് പാർട്ടീസിന് എന്തെങ്കിലും കൊടുത്ത് തീർക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കണം. പിന്നെ ഇൻസൈഡ് പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ണേഴ്സ് ഏതെങ്കിലും ലോൺ തന്നിട്ടുള്ള പാർട്ണർ ഉണ്ടെങ്കിൽ അവരുടെ ലയബിലിറ്റി അവർക്ക് കൊടുക്കാനുള്ള ആദ്യം കൊടുത്തു തീർക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ ഓരോ പാർട്ണേഴ്സ് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അതൊക്കെ തിരിച്ചു കൊടുക്കണം. അതൊക്കെയാണ് മോഡ് ഓഫ് സെറ്റിൽമെന്റിനകത്ത് വരുന്നത്. പിന്നെ ഇവിടെ വരുന്നത് ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത്. ഫോം ഒക്കെ ഡിസോൾവ് ആയി, അപ്പൊ ഗുഡ്വിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. ഗുഡ്വിൽ ഷാൽ ബി ഇൻക്ലൂഡ് ഇൻ ദ അസറ്റ്സ് ആൻഡ് ഇറ്റ് ഷാൽ ബി സോൾഡ് ഐദർ സെപ്പറേറ്റ്ലി ഓർ അലോങ് വിത്ത് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം. ഗുഡ്വില്ലും ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അസറ്റ് വിൽക്കുന്നതിന്റെ കൂട്ടത്തിൽ അതും പോകും. ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഗുഡ്വിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു പേറ്റന്റ് നമ്മുടെ ഒരു ട്രേഡ് മാർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാമല്ലോ, അപ്പൊ അത് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ബാക്കി അസറ്റ്സിന്റെ കൂടെ തന്നെ ആയിരിക്കും വിൽക്കുന്നത്. ഗുഡ്വിൽ ഓഫ് എ ഫേം ഇസ് സോൾഡ്, a partner may carry on the business competing with that of the buyer, and he may advertise such business subject to agreement between him and the buyer. അപ്പോൾ നമ്മൾ ഗുഡ്വിൽ വിറ്റാലോ, നമ്മൾ പേറ്റന്റ് വിട്ടാലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രേഡ് മാർക്ക് നമ്മൾ കൊടുത്ത ആള്
ആ ആളുടെ ആ പേറ്റന്റ് അല്ലെങ്കിൽ ആ ട്രേഡ് മാർക്കിനെ റിലേറ്റ് ചെയ്യുന്ന അതിനെ കോമ്പീറ്റ് ചെയ്യുന്ന ബിസിനസ് ഒക്കെ ഈ പാർട്ട്നേഴ്സിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഹി മേ അഡ്വർടൈസ് ഓൺ സച്ച് വേ. അതായത് യൂഷ്വലി നമ്മൾ പറയാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് കോമ്പീറ്റ് ഈ ഡിസോൾവ് ആയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ റിട്ടയർ ആയി കഴിഞ്ഞിട്ടും പിന്നെ കോമ്പീറ്റിംഗ് ബിസിനസ് ഒന്നും ചെയ്യാൻ പാടില്ല, സിമിലർ ബിസിനസ് ഒന്നും ചെയ്യാൻ, എഗ്രിമെന്റ്സ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് ട്രേഡ് അതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇൻ കേസ് ഗുഡ് വിൽ ഒക്കെ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിന് വേണമെങ്കിൽ അതുപോലത്തെ സിമിലർ ബിസിനസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കണ്ടീഷൻ ഉണ്ട്, എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ഹിം ആൻഡ് ദ ബയർ, അതായത് ആ പാർട്ണറും ഗുഡ്വിൽ വിറ്റ ആളും നമ്മുടെ കയ്യിൽ നിന്ന് ഗുഡ്വിൽ വാങ്ങിച്ച ആളും തമ്മിലുള്ള എഗ്രിമെന്റിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ അത് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ മെൻ യൂസ് ദ ഫേംസ് നെയിം, അതായത് നമ്മുടെ നേരത്തെ ആ ഫേം ഉണ്ടല്ലോ, ആ ഫേമിന്റെ നെയിം യൂസ് ചെയ്യാൻ പറ്റില്ല. റെപ്രസെന്റ് ഹിംസെൽഫ് ആസ് കാരിങ് ഓൺ ദ ബിസിനസ് ഓഫ് ദ ഫേം, അതായത് അപ്പൊ പിന്നെ നമ്മുടെ വേറെ കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പൊ പാർട്ണർഷിപ്പ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കുറെ ക്ലയൻസും കസ്റ്റമേഴ്സും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവര് നോക്കുമ്പോൾ അവര് ചിലപ്പോൾ ഡിസോൾവ് ആയതൊന്നും അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേ ആള് തന്നെ ആണെങ്കിൽ ചിലപ്പോൾ അവര് വിചാരിക്കും നേരത്തെ പാർട്ണർഷിപ്പ് ഡിസോൾവ് ആയതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഫേമിന്റെ നെയിം പിന്നെ ഫേം ഡിസോൾവ് ആയി, അപ്പൊ പിന്നെ ഇനി ഫേമിന്റെ നെയിം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ റെപ്രസെന്റ് ഹിംസെൽഫ് ആസ് കാരിങ് ഓൺ ദ ബിസിനസ് ഓഫ് ഫേം, പാർട്ണർ ആണെന്ന് പറഞ്ഞ ഫോൾസ് റെപ്രസെന്റേഷൻ വഴിയൊന്നും പിന്നെ ആ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി സോളിസിറ്റ് കസ്റ്റമർ പേഴ്സൺസ് ഹു വെയർ ഡീലിംഗ് ഇൻ ദ ഫേം ബിഫോർ ഇറ്റ്സ് ഡിസൊല്യൂഷൻ, അതായത് നേരത്തെ നമ്മുടെ ക്ലയൻസിനെയും കസ്റ്റമേഴ്സിനെയും അങ്ങനെ ചില ഇതുണ്ടല്ലോ, ചില ഓഫീസിലൊക്കെ ബിസിനസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ പിന്നെ പ്രാക്ടീസ് തുടങ്ങുമ്പോഴത്തേക്ക് അവരിങ്ങോട്ട് നേരത്തെ ഉള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാന്നുള്ളൊരിത് അതും ചെയ്യാൻ പാടില്ല എന്നുള്ളത്, നേരത്തെ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ സോളിസിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പൊ ഗുഡ്വില് വിറ്റ് കഴിയുമ്പോഴത്തേക്ക്, ഗുഡ്വില് സെൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെയാണ് വരുന്നത്, കണ്ടീഷൻസ് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെന്നൊന്നല്ല, എന്നാലും കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടത് വെച്ചിട്ടാണ് ഇത്രയും പോർഷൻസ് നോക്കിയത്. അപ്പോൾ അതൊക്കെയാണ്. ഇതിന്റെ പുറത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം. അത്രേ ഉള്ളൂ. മീറ്റിംഗ് എൻഡ് ചെയ്തോട്ടെ. അപ്പോ കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു.